പറഞ്ഞേ ഹല്ലേലൂയ. ഈ സ്വരം പോലും കേൾക്കുന്നില്ല. ഒരു 5 പേര് കേൾക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു 10 പേര് കേൾക്കട്ടെ ഹല്ലേലൂയ. പാടാൻ തയ്യാറാണോ? തയ്യാറാണോ? യെസ്. കൈയൊക്കെ ഉയർത്തി അടിച്ച് നന്നായിട്ട് പാടണം ഒരുമിച്ച്. നന്നായിട്ട്. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ പാടാം. നീങ്ങിപ്പോയി മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയി മാറിപ്പോയി എൻ്റെ സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. ഒരുമിച്ച് ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. കരങ്ങൾ ഉയർത്തി അടിച്ചേ. യേശുവിന്റെ നാമം വിടുതലായി, യേശുനാമം രക്ഷയായി, യേശുനാമം ശക്തിയായി. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയ്ക്കായി, യേശുവിൻ നാമം ശക്തിയായി, യേശുവെന്നെ വീണ്ടെടുത്തു. ചേർന്ന് യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയ്ക്കായി, യേശുവിൻ നാമം ശക്തിയായി, യേശുവെന്നെ വീണ്ടെടുത്തു. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. കരങ്ങൾ ഉയർത്തി അടിക്കാം. യേശുവിന്റെ രക്തം ശുദ്ധിക്കായി, യേശുവിന്റെ രക്തം സൗഖ്യമായി, യേശുവിന്റെ രക്തം കഴുകലായി. യേശുവിൻ രക്തം ശുദ്ധിക്കായി, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി, യേശു രക്തം വിടുതലായി. പാടാം. യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം ശുദ്ധിക്കായി, യേശുവിൻ രക്തം കഴുകലായി, യേശു രക്തം വിടുതലായി. ഷീറ്റ് താഴെ വെച്ച്. യേശുവിൻ രക്തം ശുദ്ധിക്കായി, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി, യേശു രക്തം വിടുതലായി. നീങ്ങിപ്പോയി നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ.
ദ ലോർഡ്. ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്നിരുന്നേ, ഒന്ന് ചേർന്ന് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, യേശു എന്ന നാമം നമ്മൾ പാടി വെച്ചത് അതാണ്. യേശു എന്ന നാമം നിങ്ങൾക്ക് വേറെ ഒന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിലും നിങ്ങൾ ഈ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. യേശുവിൻ്റെ നാമത്തിൽ. ലോകത്തിൽ അനേകം പേരുകളുണ്ട് അല്ലേ? നമുക്ക് പേരുകളുണ്ട്. ക്യാൻസർ ഒരു പേരാണ്, കടബാധ്യത ഒരു നാമമാണ്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ പ്രത്യേകത, ഈ നാമത്തിന്റെ മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളങ്ങളിലുമുള്ള സകലരും ആ നാമത്തിന്റെ മുൻപിൽ മുട്ടുമടക്കും. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് പറഞ്ഞു, യേശു എന്ന നാമത്തിന്റെ മുൻപിൽ സ്വർഗത്തിലും പാതാളങ്ങളിലും ഉള്ള സകലരും മുട്ടുമടക്കും. ഒരുവൻ പോലും അവന്റെ മുൻപിൽ മുട്ടുമടക്കാതെ പോകത്തില്ല. ആ നാമത്തിന്റെ മുൻപിൽ. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ക്യാൻസർ എന്ന് പറയുന്നത് വലിയൊരു നാമമാണ്, നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു നാമമാണ്. ഞാൻ പറയാം, യേശു ക്രിസ്തു എന്ന നാമത്തിന്റെ മുൻപിൽ ക്യാൻസർ മുട്ടുകുത്തും. വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ട്രഗിള് എന്ത് തന്നെയാണെങ്കിലും, ലക്ഷങ്ങളുടെ കോടികളുടെ കടബാധ്യതയുണ്ട്, അതെന്ത് തന്നെയാണെങ്കിലും ആ കടബാധ്യത എന്ന നാമം യേശുവെന്ന നാമത്തിന്റെ മുൻപിൽ മുട്ടുമടക്കും. നിങ്ങളുടെ ശരീരത്തിലെ രോഗം എത്ര വലുതാണെങ്കിലും ആ രോഗം യേശു എന്ന് പറയുന്ന നാമത്തിന്റെ മുൻപിൽ മുട്ടുമടക്കും. കാരണം വേദപുസ്തകം കള്ളം പറയത്തില്ല, അവന്റെ മുൻപിൽ സകലതും മുട്ടുമടക്കും. നിങ്ങൾ ആ നാമത്തിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ, അത്ഭുതങ്ങൾ പടികയറി വരുന്നത് നിങ്ങൾ കാണും. അത്ഭുതങ്ങൾ പടികയറി വരും. നിങ്ങൾ അത്ഭുതങ്ങളെ തേടി പോകണ്ട, നിങ്ങൾ അടയാളങ്ങളെ തേടി പോകണ്ട. മുട്ടുമേൽ നിന്ന് കൈ വിരിച്ച് യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്റെ കുഞ്ഞിന്റെ മേൽ ഈ അഭിഷേകം വ്യാപരിക്കട്ടെ. എന്റെ കുഞ്ഞിന് വേണ്ടി ഒരു പുതിയ വാതിൽ തുറക്കപ്പെടട്ടെ. എന്റെ കുടുംബം നവീകരിക്കപ്പെടട്ടെ. എന്റെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടട്ടെ. എന്റെ രോഗം സൗഖ്യപ്പെടട്ടെ. എന്റെ കടബാധ്യതയിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ എനിക്ക് മോചനം ഉണ്ടാവട്ടെ. എന്റെ തകർന്ന അസ്ഥികളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ജീവൻ വ്യാപരിക്കട്ടെ. എന്റെ തകർന്നുപോയ ഞരമ്പുകളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ജീവൻ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിന്റെ മുൻപിൽ മുട്ടുമടക്കാത്തതായിട്ടൊന്നും ഇല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുൻപ് ഇതൊക്കെ പറഞ്ഞിട്ട് നാൾ ഒരുപാടായി, ഓർത്തെടുത്തിട്ട് തന്നെ നാൾ ഒരുപാടായി. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ ഒരു സ്കൂളിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു വലിയ സ്കൂളാണ്, പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്കൂളാണ്. സ്കൂളിൽ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികളാണ്, 10ാം ക്ലാസ്, +1, +2 കുട്ടികൾ നിരനിരയായിട്ട് 1000-500 കുഞ്ഞുങ്ങളുണ്ട്. ഈ കുട്ടികൾ പ്രാർത്ഥിക്കുകയാണ്, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ, ഇവരുടെ ചാച്ചന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികളെല്ലാം വാവിട്ട് കരയുകയാണ്. ഇവർ കുഞ്ഞുങ്ങൾ കരഞ്ഞോണ്ടാണ് പ്രാർത്ഥിക്കുന്നേ. അപ്പം ഞാൻ ചോദിച്ചു, ഇത് കഴിഞ്ഞ്, എന്തിനാ മക്കളെ നിങ്ങൾ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളിങ്ങനെ പൊട്ടി പൊട്ടി കരയുന്നതിൻ്റെ കാരണം എന്താ? അല്ല, ചില കുട്ടികൾ പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്, ചേട്ടാ ഇവിടെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഭയങ്കര കടബാധ്യതയാണ്. കൃഷി നശിച്ചു, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. കൃഷി നശിച്ചു, വലിയ കടബാധ്യതയാണ് ചേട്ടാ, ഉറങ്ങാൻ പറ്റുന്നില്ല വീട്ടിലെ പപ്പയ്ക്കും അമ്മക്കൊന്നും. ഇതൊക്കെ കാണുമ്പോൾ സങ്കടം വരിക. പിന്നെ എങ്ങനെ ഞങ്ങൾ കരയാണ്ടിരിക്കും?
എൻ്റെ ഉള്ളിൽ ഈശോ പ്രേരിപ്പിച്ചു ഒന്നുകൂടി പ്രാർത്ഥിക്കാനായിട്ട്. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, വയനാടെന്ന് പറയുന്ന ഈ പ്രദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രദേശത്തുള്ള കൃഷിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാർ ഈ സാമ്പത്തിക സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നുണ്ട്. എത്ര ലക്ഷങ്ങളാണെന്നൊന്നും അറിയത്തില്ല. കാരണം ഒരുപാട് ഏക്കർ കണക്കിന് ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം നശിച്ചു പോകുന്നു, വിലയില്ലാതെ പോകുന്നു. അങ്ങനെ വലിയ കടക്കാരായി മാറുന്നു. ഒരു കാലഘട്ടത്തിൽ വയനാട്ടിലെ കൂട്ടാത്മഹത്യകൾ ഒന്നൊന്നൊന്നൊന്നിന് പുറകെ കൃഷിക്കാര് ആത്മഹത്യ ചെയ്യുന്ന കാലഘട്ടത്തിൽ ആ കുഞ്ഞുങ്ങളും കൈവിരിച്ചു പിടിച്ചു നിന്ന് പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, വയനാടെന്ന് പറയുന്ന പ്രദേശത്തിന്റെ മേൽ കർത്താവേ നിന്റെ ഇടപെടൽ ഉണ്ടാകണമേ. ഞങ്ങൾ ധ്യാനം കഴിഞ്ഞു വീട്ടിലേക്ക് പോന്നു. അടുത്ത ദിവസങ്ങളിൽ ഏതോ ഒരു ദിവസം ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ റേഡിയോയിൽ അവർ വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ കേട്ട വാർത്ത ഇങ്ങനെയാണ്: ഗവൺമെൻറ് ഈ പ്രദേശത്തുള്ള അനേകം മനുഷ്യരുടെ കടബാധ്യത എഴുതിത്തള്ളുന്നതായിട്ട് പ്രഖ്യാപിച്ചു. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ചിലപ്പോൾ അതിനു മുമ്പിൽ നിങ്ങൾക്ക് പറയാനുള്ളത് 100 കാരണങ്ങളായിരിക്കാം. ഗവൺമെന്റിനെ ആൾക്കാർ ഫോഴ്സ് ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടായിരിക്കാം, ഇങ്ങനെ കൊണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം, അന്ന് ആ സമയത്ത് അവിടെയുള്ള കുഞ്ഞുങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങളുടെ ഈ പ്രദേശത്ത് അനേകം അപ്പന്മാര്, അനേകം അമ്മമാര് കടബാധ്യത നിമിത്തം ആത്മഹത്യയുടെ വക്കിലാണ്. ദിവസേന എന്ന രീതിയിൽ ഓരോ കൃഷിക്കാരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രദേശത്തോട് കരുണ തോന്നണമേ. സ്വർഗം എഴുന്നേറ്റു. കുഞ്ഞുങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. സ്വർഗം എഴുന്നേറ്റു, ആ പ്രദേശത്തെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലൊരു പെൺകുട്ടി ഇടുക്കി എന്ന് പറയുന്ന സ്ഥലത്ത്, നെടുങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ധ്യാനത്തിന്റെ സമയത്ത്, അവിടെ നാളെ ധ്യാനം കഴിയും, ഇന്ന് രാത്രി ആരാധനയിൽ ഇപ്പം ഞങ്ങളുടെ ടീം ഒരു അച്ഛൻ്റെ കൂടെ പോയതാണ്. അച്ഛൻ ഇങ്ങനെ അനൗൺസ് ചെയ്തു. അച്ഛൻ ചെയ്തത് ഇങ്ങനെയാണ്: മക്കളെ, നിങ്ങളുടെ ഒരു 5 ആവശ്യം നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി, അവിടെ ബക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ബക്കറ്റ് കൊണ്ടുവന്ന് നിങ്ങൾ നിക്ഷേപിക്കുക. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ആ 5 കാര്യങ്ങളുടെ മേലും കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ഇടപെടാൻ പോവുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളന്ന് ഒരുമിച്ചായിരുന്ന വൈദികൻ, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വൈദികനാണ്, കൃപാസനത്തിൻ്റെ ഡയറക്ടറായ ജോസഫ് അച്ഛനാണ്. വളരെ നല്ല ബന്ധമുള്ളൊരു ഒരു ശ്രേഷ്ഠ പുരോഹിതനാണ്. ഈ പ്രാർത്ഥനയുടെ സമയത്ത് കുഞ്ഞുങ്ങളെല്ലാം കൊണ്ടുവന്ന് ഓരോ ലെറ്റർ അവിടെയുള്ള ബക്കറ്റിൽ സമർപ്പിച്ചു. അതിനകത്ത് ശ്രദ്ധിക്കപ്പെട്ട ഒരു എഴുത്ത് ഇങ്ങനെയാണ്. ഒരു പെൺകുട്ടി എഴുതി വെച്ചു: ഈശോയെ, എൻ്റെ അനുജൻ വീട് വിട്ട് പോയിട്ട് ഏകദേശം 12-13 കൊല്ലമായി. വീട് വിട്ട് പോയതല്ല, കൊച്ചായിരുന്നു. എങ്ങനെയോ നഷ്ടപ്പെട്ട് മിസ്സായതാണ്, എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയതാണ്. ഇറങ്ങിപ്പോകാനുള്ള പ്രായമൊന്നുമില്ല, കുഞ്ഞാണ്. എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയതാണ് ഈ കൊച്ച്. ഈ കുഞ്ഞിനെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല, പരാതിപ്പെടാത്ത ഇടങ്ങളില്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, അവിടെ പരാതി കൊടുത്തു, ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തു. 12 വർഷമായിട്ടും കർത്താവേ, എൻ്റെ അനുജനെ വേണ്ടി കാത്തിരിക്കുവാണ് ഞങ്ങളുടെ വീട്. ഇന്ന് ഈ കുർബാനയുടെ മുമ്പിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചോട്ട് കൊണ്ടുവന്നിടുകയാണ്. 12 വർഷമായി നഷ്ടപ്പെട്ട എൻ്റെ അനുജൻ തിരിച്ചു വരണം. അവൾ ഒരു പ്രാവശ്യം ഇത് എഴുതി, 2ാം പ്രാവശ്യം എഴുതി, 3, 4, 5 പ്രാവശ്യവും ഈ ഒറ്റക്കാരൻ തന്നെ ഈ കൊച്ചെഴുതി വെച്ചു. എന്നിട്ട് ആ അൾത്താരയ്ക്ക് മുമ്പിലുള്ള ബക്കറ്റിനകത്ത് കൊണ്ടുവന്ന് സമർപ്പിച്ചു. അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ്. അച്ഛൻ്റെ ഫോൺ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ്: കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ഏകദേശം ഒരു 1.5 മാസം, അച്ഛനൊരു ഫോൺ കോൾ വന്നു. അച്ഛൻ ഫോൺ എടുത്തു. ഹലോ പറഞ്ഞപ്പോൾ തന്നെ അപ്പുറത്ത് നിന്ന് ഒരു പൊട്ടിക്കരച്ചിലാണ് അച്ഛൻ കേട്ടത്. അച്ഛൻ ചോദിച്ചു, മോളെ എന്താ, ആരാണ് നീ? അവൾ പറഞ്ഞു, അച്ഛാ, ഇങ്ങനെ ഇത്ര നാളുകൾക്ക് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വന്ന് ധ്യാനം നടത്തിയിരുന്നു. ഞാൻ ആ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. അച്ഛൻ പറഞ്ഞു, നീ എന്തിനാ കുഞ്ഞെ കരയുന്നത്? അവൾ പറഞ്ഞു, അച്ഛാ, യേശുവിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്തു. യേശുവിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്തു.
അച്ഛൻ ചോദിച്ചു, എന്താ ചെയ്തത്, ഒന്ന് പറ, ഞാനൊന്ന് കേൾക്കട്ടെ. അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്: 12 കൊല്ലമായി തിരക്കിയിട്ടും കാത്തിരുന്നിട്ടും ഒരുപാട് നേർച്ച കാഴ്ചകൾ നടത്തിയിട്ടും എൻ്റെ അനുജനെ ഞങ്ങൾക്ക് കിട്ടിയില്ല. പക്ഷേ ഈ ധ്യാനത്തിൻ്റെ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു ആവശ്യം ഈശോയുടെ മുമ്പിൽ എഴുതി വെച്ചു. അതിൻ്റെ പുറത്ത് യേശുവിൻ്റെ നാമത്തിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. അത് അൾത്താരയിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചു. ഏകദേശം 1 മാസങ്ങൾക്ക് ശേഷം 12 വർഷമായി നഷ്ടപ്പെട്ടു പോയ എൻ്റെ അനുജൻ ആരും തിരക്കി ചെല്ലാനില്ലാതെ അവൻ മടങ്ങി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു. ഇപ്പോൾ അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. കർത്താവിനെ കൈയടിച്ച് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ ഈ ഒരു അനുഭവം കോഴിക്കോട് ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു അമ്മച്ചി ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ മോനെ, എൻ്റെ മകൻ പോയിട്ട് 6 മാസമായി, ഒരു വിവരവും ഇല്ല. ഇറങ്ങിപ്പോയതാണ്, വീട് വിട്ട് ഇറങ്ങിപ്പോയതാണ്, ജീവിതം അടുത്തിറങ്ങിപ്പോയതാണ്, ഒരു വിവരവുമില്ല. ഒന്ന് പ്രാർത്ഥിക്ക്. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ടിരിക്ക്, അടുത്ത മാസം ഞങ്ങൾ ഇവിടെ വരുമ്പോൾ അമ്മച്ചിക്ക് പറയാനുണ്ടാവും, നിങ്ങളുടെ മകൻ വീട്ടിൽ വരും. പിറ്റേ മാസം ഞങ്ങൾ ചെന്നപ്പോൾ അമ്മച്ചി ഓടി വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൻ തിരിച്ചു വന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാധിക്കുന്ന ദൈവമുണ്ടല്ലോ, അത്ഭുതങ്ങളുടെ കർത്താവാണ്. ഹല്ലേലൂയ. ചിലപ്പോൾ ചില വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നടക്കാതെ വരുമ്പോൾ നമ്മൾ പറയും, ഓ ഇതൊന്നും ആരും കേൾക്കുന്നില്ല, ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ ഓർക്കണമേ, പ്രാർത്ഥന കേൾക്കാത്തതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ മകൻ ഉറങ്ങല്ലേ, നിങ്ങളുടെ മകൻ, നിങ്ങളുടെ മകള് നിങ്ങൾ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്. ആ കുഞ്ഞിന് ഇഷ്ടമുള്ളൊരു മിഠായി, ഒരു പലഹാരം, ഒരു ലഡു നിങ്ങൾ കൊണ്ടുവന്നു. പക്ഷെ ഈ കുഞ്ഞ് മണ്ണിൽ കിടന്ന് ഉരുണ്ട് കളിച്ച് ചെളിയൊക്കെ ആയി, കയ്യിൽ ചെളിയൊക്കെ ആയിട്ട് ഇരിക്കുവാണ്. നിങ്ങൾ ഈ കുഞ്ഞിന് ഇത് ഇഷ്ടമാണെന്നും പറഞ്ഞ് ഈ കൊച്ചു കിടന്ന് കരഞ്ഞെന്നോർത്ത് നിങ്ങൾ ആ കൊച്ചിൻ്റെ കയ്യിലേക്ക് അത് വെച്ചു കൊടുക്കുവോ? കൊടുക്കുവോ? നിങ്ങൾ എന്തമ്മമാരാണ്? കൊടുക്കത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? ഈ കൊച്ചിനെ കൊണ്ടുപോയി പൈപ്പിൻ്റെ മുമ്പിൽ നിർത്തി, ഷവറിൻ്റെ ചുവട്ട് നിർത്തി കുളിപ്പിച്ച് വൃത്തിയാക്കി മെനയാക്കിയിട്ട് നമ്മളത് കൊടുക്കും. നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ പോകുന്നതിൻ്റെ ഒരു കാരണം നമ്മിലുള്ള അശുദ്ധി. കുമ്പസാരത്തിലൂടെ വിടുതൽ വരും. 2, ചില കാര്യങ്ങൾ 5 വയസ്സായ അല്ലെങ്കിൽ 10 വയസ്സായ മകൻ പറയുക, എനിക്കിപ്പോൾ തന്നെ ഒരു സൈക്കിൾ വേണം. സൈക്കിൾ വേണമെന്ന് മാത്രമല്ല, എനിക്ക് റോട്ടിൽ കൂടി സൈക്കിൾ ചവിട്ടണം. എത്ര വലിയ മാതാപിതാക്കന്മാരാണെങ്കിലും മേടിച്ചു കൊടുക്കുമോ? കൊടുക്കത്തില്ല. റോട്ടിൽ കൂടി ഓടിക്കാൻ. അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ നമ്മൾ ചെയ്യത്തില്ല. ചിലതിന് സമയതാമസം വരുന്നതിൻ്റെ കാരണം അതാണ്, ചിലതിന് കിട്ടാത്തതിൻ്റെ കാരണം ഇതാണ്. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ അത്ഭുതം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് വിശ്വസിക്കുന്നവർ ചാടി എഴുന്നേറ്റ് നിന്ന് നമ്മൾ യേശുവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കാൻ പോവാണ്. യേശുവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കാൻ പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ, അവൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളങ്ങളിലുമുള്ള സകലരും മുട്ടുമടക്കും. അവൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്തതായി ആരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും പാതാളങ്ങളിലുമുള്ള സകലരും. സാത്താൻ അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കും. പിശാച് അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കും. എത്ര വലിയ രോഗമാണെങ്കിലും അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കും. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് യേശുക്രിസ്തു എന്ന് പറയുന്ന നാമം, ഇത് അത്ഭുതത്തിൻ്റെ നാമമാണ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. യേശു നീ, യേശു നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റ
ഏറ്റവൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒരുമിച്ച് പറഞ്ഞേ യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനത്തിൽ ദൈവം ശക്തമായിട്ട് നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് ദൈവം നമ്മെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഏതവസ്ഥയിലാണെങ്കിലും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉന്നതമായ പദ്ധതിയുണ്ട്, വലിയ സ്വപ്നമുണ്ട്. ദൈവത്തിൻ്റെ സ്വപ്നമെന്ന് പറയുന്നത് നമ്മുടെ പരാജയമല്ല. ദൈവത്തിൻ്റെ സ്വപ്നമെന്ന് പറയുന്നത് നമ്മുടെ തകർച്ചയല്ല. ദൈവത്തിൻ്റെ സ്വപ്നമെന്ന് പറയുന്നത് നമ്മുടെ വീഴ്ചയല്ല. ദൈവത്തിൻ്റെ സ്വപ്നമെന്ന് പറയുന്നത് നമ്മുടെ ഉയർച്ചയാണ്. ദൈവം എന്നെ ഉയർത്തുമെന്ന പ്രതീക്ഷയോടെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റിയെല്ലാം കർത്താവായ യേശുവേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കർത്താവായ യേശുവേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയുടെ അനന്തമായ കൃപ കൊണ്ട് എന്നെ നിറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്താൽ എന്നെ നിറക്കണമേ, അഭിഷേകത്താൽ എന്നെ നിറക്കണമേ, ശക്തിയാൽ എന്നെ നിറക്കണമേ, ദൈവസ്നേഹത്താൽ എന്നെ നിറക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും ബൈബിളിൽ ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം എടുക്കുക. ജെറമിയ 29:11. ജെറമിയ 29:11 എടുത്തേ വായിച്ചേ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിന് ഉള്ള പദ്ധതിയല്ല, ക്ഷേമത്തിന് ഉള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഹല്ലേലൂയ. എല്ലാവരും വലത് ഉയർത്തി പറ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും നേരെയിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പ്ലാനുണ്ടെന്ന്. നിങ്ങൾ ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് വന്നപ്പോൾ കുറേയധികം പേര് ആദ്യമായിട്ട് വന്നവരുണ്ടാകാം. നിങ്ങൾ ഇങ്ങനെ ഒരു കെട്ടിടത്തെക്കുറിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഒരു ഹോള് കാണുന്നത് ആദ്യമായിട്ടാണ്. ഈ കെട്ടിടം എങ്ങനെയാണ് രൂപപ്പെട്ടത്? ഈ കെട്ടിടത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? കെട്ടിടം രൂപപ്പെടാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഒരു പ്ലാൻ വരച്ചു. ഹല്ലേലൂയ. ആ പ്ലാനാണ് നമ്മൾ ഈ കാണുന്ന രൂപമെല്ലാം. ഹല്ലേലൂയ. എങ്ങനെയുണ്ട്? നിങ്ങൾ ഈ കെട്ടിടത്തിൻ്റെ രൂപകൽപ്പന ഒന്ന് നോക്കിക്കേ. ഇതുവരെ നോക്കാത്തവരൊന്ന് നോക്കിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ത്രികോണ ആകൃതിയിൽ അല്ലേ? അപ്പോൾ ഇതൊരു പ്ലാനാണ്. ഇത് ഒരു എന്താ പറയണത്, എൻജിനീയർ ഒരു സ്കെച്ച്, ഒരു പ്ലാൻ വരച്ചു. ആ പ്ലാനാണ് ഈ രൂപമായി തീർന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മൾ ഉരുവാകുന്നതിന് മുമ്പേ ഒരു പ്ലാൻ വരച്ചു. എത്ര പേർക്ക് ഹല്ലേലൂയ പറയാൻ തോന്നുന്നുണ്ട്?
ഹല്ലേലൂയ. നമ്മളായിരിക്കുന്ന അവസ്ഥ, നമ്മുടെ സാഹചര്യം, പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു പ്ലാൻ വരച്ചു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ആ പ്ലാൻ നാശത്തിന് വേണ്ടിയുള്ള പ്ലാൻ അല്ല. കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. നാശത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. എല്ലാവരും പറ, ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതി. പറഞ്ഞേ, ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതി. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി നാശത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. എന്നിട്ട് പറയുന്നത് എന്താ? ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ മക്കൾ വിഷമിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമോ? ദൈവം നമ്മൾ വിഷമിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമോ? നമുക്ക് വിഷമം തരുന്നത് ആരാണ്? നമ്മളെ വിഷമിപ്പിക്കുന്നത് ആരാണ്? പൗലോസ്ലീഹ പറയുന്നത് ഇതാണ്, ഞങ്ങൾ എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല. ഞെരുക്കങ്ങൾ ഒരിക്കലും തകർച്ചകളായി മാറരുത്. ഞെരുക്കങ്ങൾ ഒരിക്കലും നമ്മളെ തകർക്കരുത്. കർത്താവ് അരുളി ചെയ്യാണ്, എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്ന് പറയുന്നത് അത് നമ്മുടെ നാശത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല, നമുക്ക് ശുഭകരമായ ഭാവി പ്രദാനം ചെയ്യുന്ന പ്ലാനാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ഒരു സ്കെച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ സ്കെച്ച് ആണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എൻ്റെ മനസ്സിലുണ്ട് കുഞ്ഞെ, എൻ്റെ മനസ്സിലുണ്ട്. നാശത്തിനുള്ളതല്ല, നിന്റെ ക്ഷേമത്തിനുള്ളതത്രേ. നാശത്തിനുള്ളതല്ല, നിന്റെ ക്ഷേമത്തിനുള്ളതത്രേ. അപ്പം നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും, നമ്മുടെ ജീവിതത്തിൽ ചില തകർച്ചകളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്, ചില ആക്സിഡൻറ്റുകളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചിലപ്പോൾ ചില അപകടങ്ങളെ നേരിടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇതോടുകൂടി തീർന്നു എന്നാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ അപകടത്തിന് പോലും നമ്മളെ തകർക്കാൻ, നശിപ്പിക്കുവാൻ സാധിച്ചില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, എന്താണ് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഒരു പദ്ധതി? എന്താണ് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പ്ലാൻ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ശബ്ദം പ്രശ്നമായി തീരുന്നുണ്ടോ? ഈ ശബ്ദം, മഴയുടെ ശബ്ദം നിങ്ങൾക്ക് അസ്വസ്ഥതയായിട്ട് തോന്നുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ, ഇല്ലല്ലോ, കുഴപ്പമുണ്ടോ? ഹല്ലേലൂയ. പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 3 മക്കളുള്ള ഒരു കുടുംബം. എത്ര മക്കളാണുള്ളത്? 3 മക്കളുള്ള ഒരു കുടുംബം. ആ കുടുംബത്തിൽ ഭർത്താവിൻ്റെ ഏക വരുമാനം കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കാലത്തിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെടുവാനായിട്ട് ഇടവന്നു. ജോലി നഷ്ടപ്പെടാനായിട്ട് ഇടവന്നു. ജോലി നഷ്ടപ്പെട്ടപ്പോൾ സംഭവിച്ചത് എന്താ? അദ്ദേഹത്തിന് വീട്ടിലേക്ക് വരാൻ പോലും തോന്നണില്ല. കാരണം ഇനി എന്ത്, എങ്ങനെ, ഒന്നും ഒരു നിശ്ചയമില്ല. ഈ മനുഷ്യൻ എന്ത് ചെയ്തു? അദ്ദേഹം വീട്ടിലേക്ക് വന്നെങ്കിലും വീട്ടിലേക്ക് അകത്തേക്ക് പോലും കയറാതെ പുറത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്, പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഭാര്യ വരുന്നത്. ആ, നിങ്ങൾ വന്നോ? അപ്പോൾ അദ്ദേഹത്തിന് ഇത് പറയാനായിട്ട് ഭയങ്കരമായ ഒരു അസ്വസ്ഥത, ജോലി നഷ്ടപ്പെട്ട കാര്യം. അദ്ദേഹം ഒരു കണക്കിന് പറഞ്ഞു, അതെ, ജോലിയെല്ലാം തീർന്നു, അവസാനിച്ചു.
സത്യം പറഞ്ഞാൽ ഭാര്യയ്ക്ക് ഭയങ്കര സങ്കടം തോന്നി. എങ്കിലും ഭാര്യ എന്താ ചെയ്തതെന്നറിയാവോ? ഒരു കെട്ട് പേപ്പർ കൊണ്ടുവന്നിട്ട് ഈ മനുഷ്യന് കൊടുത്തിട്ട് പറഞ്ഞു, എടോ മനുഷ്യനെ, താൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? താൻ പണ്ട് എഴുതുമായിരുന്നല്ലോ, തനിക്ക് കഥകളൊക്കെ എഴുതാൻ അറിയാമല്ലോ. ഇങ്ങനെ വിഷമിച്ച് ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ജോലി കൊണ്ടുവന്ന് ആരെങ്കിലും തരുമോ? എഴുത്. അങ്ങനെ ആ പേപ്പറും പേനയും അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കിട്ടി. അദ്ദേഹം എഴുതാൻ തുടങ്ങി. എഴുതി എഴുതി അത് മനോഹരമായൊരു നോവലായി മാറി. ആ നോവലിലൂടെ ആ നോവല് പ്രസിദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് ബെസ്റ്റ് സെല്ലറായി മാറി. ആ ബെസ്റ്റ് സെല്ലറായ നോവലിലൂടെ ഇവർ കോടീശ്വരന്മാരായി തീർന്നു. കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. അപ്പൊ താൽക്കാലിക വേതനം കിട്ടിക്കൊണ്ടിരുന്ന ഈ ജോലി നഷ്ടപ്പെട്ടത് നല്ലതാണോ? നല്ലതല്ലേ? നിങ്ങളെന്താ പറയണത്? നല്ലതാണോ? നല്ലതല്ലേ? ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഇനി ആ ഭാര്യയുടെ പ്രതികരണം സുന്ദരമാണ്. ഈ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ് ആരാ? ഭാര്യയാണ്. കാരണം ഭാര്യയ്ക്ക് വേണമെങ്കിൽ പറയാം, ഡോ ഇതെന്താ നടക്കൂ അല്ലേ? ഇങ്ങനെ അസ്വസ്ഥത സൃഷ്ടിച്ച് പുള്ളിനെ വേണമെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു വിടാം, ബാറിലേക്ക് പറഞ്ഞു വിടാം, പ്രശസ്തനായ മദ്യപാനിയാക്കി മാറ്റാം. പക്ഷെ ഭാര്യ ആ വിഷയത്തോട് വിവേകത്തോടെ കൈകാര്യം ചെയ്തപ്പോൾ ആ തകർച്ച എന്തായി മാറി? ഉയർച്ചയായി മാറി. അടുത്തിരിക്കുന്നവരോട് പറ, നീ മനസ്സ് വെച്ചാൽ നിന്റെ തകർച്ച ഉയർച്ചയായി മാറും. പറഞ്ഞേ, നീ മനസ്സ് വെച്ചാൽ നിന്റെ തകർച്ച ഒരുപക്ഷെ മറ്റുള്ളവർ വിചാരിക്കും ഇതോടുകൂടി തീർന്നു, അവസാനിച്ചു, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ശരിയാകത്തില്ല, നന്നാകത്തില്ല. പക്ഷെ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ താൽക്കാലികമായ സാലറിയാണ്. ആ സാലറി കൊണ്ട് മുന്നോട്ട് പോകാത്ത അവസ്ഥയിലാണ് അത് നഷ്ടപ്പെട്ടത്. പക്ഷെ അത് നഷ്ടപ്പെട്ടപ്പോൾ ആ ഭാര്യയുടെ വിവേകത്തോടെയുള്ള പെരുമാറ്റം കാരണം ആ മനുഷ്യനിലുള്ള എഴുത്തുകാരനെ പുറത്തു കൊണ്ടുവരുവാൻ സാധിച്ചു. ആ ഒറ്റ ലെറ്ററിലൂടെ അവരുടെ കുടുംബം ഐശ്വര്യം പ്രാപിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി നാശത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല. അപ്പോൾ ഒരു തകർച്ച വന്നാൽ, ഒരു ദുരന്തം വന്നാൽ, ഒരു രോഗം വന്നാൽ, ഒരു ക്ഷീണം വന്നാൽ, ഒരു സഹനം വന്നാൽ, ഒരു പ്രതിസന്ധി വന്നാൽ, ആ പ്രതിസന്ധി ആയിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ്. കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. നമ്മൾ അനുഭവിക്കുന്ന സഹനം നമ്മുടെ ജീവിതത്തിൻ്റെ എന്തായിത്തീരുമെന്നാണ് പറയണത്? നമ്മൾ അനുഭവിക്കുന്ന സഹനം നമ്മുടെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റായി മാറും. നമ്മൾ അനുഭവിക്കുന്ന സഹനം നമ്മുടെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റായി മാറും. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതിയെ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ പദ്ധതിയെ വലുതായിട്ട് കാണുവാനായിട്ട് സാധിക്കണം. ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് നാശത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല. ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ നാശമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, തകർച്ചകൾ വരും, ക്ഷീണം വരും, രോഗം വരും, അസ്വസ്ഥതകൾ വരും, തെറ്റിദ്ധാരണകൾ വരും, വിമർശനങ്ങൾ വരും, കുറ്റപ്പെടുത്തലുകൾ വരും. പക്ഷേ ഈ തകർച്ചകളെയെല്ലാം നന്മയാക്കി മാറ്റുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ. അപ്പൊ ദൈവം പറഞ്ഞത് നാശത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ലെന്ന്. അപ്പൊ നമ്മളെക്കുറിച്ചുള്ള പ്ലാൻ എങ്ങനെയുള്ള പ്ലാനാണ്? നമ്മളെക്കുറിച്ചുള്ള പ്ലാൻ എങ്ങനെയുള്ള പ്ലാനാണ്? ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളെ നോക്കി, പ്രശ്നങ്ങളെ നോക്കി നമുക്ക് പറയാൻ സാധിക്കണം, എൻ്റെ ദൈവം സർവശക്തനാണ്, ഞാൻ ഇതിൽ നിന്ന് പുറത്തു വരും, കാരണം ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഏത് സഹനങ്ങളെ, ഏത് പ്രതിസന്ധിയെ വേണമെങ്കിലും നമുക്ക് നന്മയാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മളെക്കുറിച്ച് പ്ലാൻ ചിന്തിക്കുന്നത് ദൈവം പ്ലാൻ ചെയ്തതല്ല. ചില ആളുകൾ കണ്ണുകളടച്ച ദുസ്വപ്നങ്ങൾ മാത്രമാണ് കാണുന്നത്. നാളെയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വല്ലാതങ്ങ് ഭാരം നമ്മളെ തളർത്തുന്നുണ്ട്. ഓർക്കണേ, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി നാശത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല.
നാശത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. അങ്ങനെയാണെങ്കിൽ നാശം വരുമ്പോൾ നാശത്തെ ധ്യാനിക്കണോ, ക്ഷേമത്തെ ധ്യാനിക്കണോ? എന്തിനെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്? ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹനങ്ങളെ പോലും നമുക്ക് ഉയർച്ചയാക്കി മാറ്റാനായിട്ട് സാധിക്കും. തകർച്ചകളെ പോലും നമുക്ക് ഉയർച്ചയാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മുടെ പഠനത്തിൻ്റെ മേഖലയിൽ അസ്വസ്ഥത അനുഭവപ്പെടുന്ന കുട്ടികളുണ്ട്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, അയ്യോ പഠിക്കാൻ പറ്റാത്തത് നല്ല കാര്യമാണോ എന്ന്. എന്ത് തകർച്ചയാണെങ്കിലും ആ തകർച്ചയെ ഉയർച്ചയാക്കി മാറ്റാനായിട്ട് ദൈവത്തിന് സാധിക്കും. എന്ത് പരാജയമാണെങ്കിലും ആ പരാജയത്തെ വിജയമാക്കി മാറ്റാനായിട്ട് ദൈവത്തിന് സാധിക്കും. കാരണം ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി നാശത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല. അപ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ, സഹനം വരുമ്പോൾ ആ സഹനത്തെ നോക്കി എന്നിട്ട് എന്ത് പറയണം? ഒരു വിഷയം വരുമ്പോൾ, ഒരു തളർച്ച വരുമ്പോൾ, അസ്വസ്ഥത വരുമ്പോൾ ആ അസ്വസ്ഥതയെ നോക്കിയിട്ട് എന്താ പറയേണ്ടത്? എന്ത് പറയണം? എന്ത് പറയണം? ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തെ നോക്കിയിട്ട് എന്ത് പറയണം? ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പറ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാം നല്ലതിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ, എല്ലാം നല്ലതിന് വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ വന്ന രോഗപീഠകൾ, നമ്മുടെ ജീവിതത്തിൽ വന്ന സഹനങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വന്ന തകർച്ചകൾ, നമ്മുടെ ജീവിതത്തിൽ വന്ന വീഴ്ചകൾ, അതിനെപ്പോലും ദൈവം നന്മയാക്കി മാറ്റും. പരാജയങ്ങളെയെല്ലാം നന്മയാക്കി മാറ്റും. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ അസ്വസ്ഥത വേണ്ട. എന്തായിത്തീരും, എങ്ങനെയായിത്തീരും, ഏത് രീതിയിലായിത്തീരും, അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട. കാരണം എനിക്ക് മോശമായതൊന്നും എൻ്റെ ദൈവം എന്നോട് ചെയ്യുകയില്ല. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. മോശമായിട്ടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. ദോഷമായിട്ടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം എൻ്റെ മോശത്തിന് വേണ്ടി, നാശത്തിന് വേണ്ടി ഒന്നും ചെയ്യുകയില്ല. എന്ത് തകർച്ച വന്നാലും നമ്മൾ അതിൻ്റെ പുറത്ത് കയറി നിൽക്കും. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഒരിക്കൽ ഒരു കഴുത, ആരാണ്? കഴുത. ഈ കഴുതയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ യജമാനനുണ്ടല്ലോ, ഈ കഴുതയുടെ യജമാനൻ ഒരുപാട് നാൾ യജമാനൻ്റെ ഭാരം ചുവന്ന ഒരു കഴുതയാണിത്. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കഴുതയ്ക്ക് എന്തായി? കഴുതയ്ക്ക് അല്പം പ്രായമൊക്കെ ആയി. കഴുതയ്ക്ക് പ്രായമായപ്പോൾ യജമാനൻ ചിന്തിച്ചു, എന്ത് ചിന്തിച്ചു? ഇതിനെ അങ്ങോട്ട് കൊന്നുകളയാം. പക്ഷെ ചിന്തിക്കുകയാണ്, കൊന്നുകളഞ്ഞാൽ ഇത്രയും നാൾ തന്നെ സഹായിച്ച ഒരു കഴുതയല്ലേ, കൊന്നുകളയണ്ട. അപ്പം ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സൈഡിൽ ഒരു പൊട്ടക്കിണറുണ്ട്. ആ പൊട്ടക്കിണർ മൂടണമെന്ന് ഇദ്ദേഹം ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഒരിക്കൽ ഒരു സുപ്രഭാതത്തിൽ ഈ കഴുതയുണ്ടല്ലോ പൊട്ടക്കിണറ്റിലേക്ക് വന്ന് വീണു. പൊട്ടക്കിണറ്റിലേക്ക് വന്ന് വീണപ്പോൾ യജമാനൻ്റെ ഉള്ളിൽ 2 ചിന്തകൾ അലട്ടിയായിരുന്നു. ഏതൊക്കെ ചിന്തകളാ? 1 കഴുതയെ കൊല്ലണം, 2 പൊട്ടക്കിണർ മൂടണം. അപ്പോൾ കഴുതയെ പൊട്ടക്കിണറ്റിൽ വീണപ്പോൾ ഈ യജമാനൻ ചിന്തിച്ചു, എങ്കിൽ പിന്നെ ഈ കഴുതയെ അങ്ങോട്ട് മൂടിക്കളയാം, അതോടുകൂടി ഈ 2 ബാധ്യതയും തീരുമല്ലോ. അങ്ങനെ തീരുമാനമെടുത്തിട്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാവോ? ഒരു ചരുവത്തിൽ മണ്ണൽ കൊണ്ടുവന്നിട്ട് ഈ കഴുതയുടെ പുറത്തേക്ക് പൊട്ടക്കിണറ്റിലേക്ക് ഇടുക. പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടപ്പോൾ കഴുതയ്ക്ക് ആദ്യമേ സങ്കടമാണ് വന്നത്. ഈ മണൽ വന്ന് ദേഹത്ത് വീണപ്പോൾ, അല്ലയോ യജമാനൻ, എന്നാ പണിയാ കാണിക്കുന്നത്? ഞാൻ എത്രയോ സഹായിച്ചിട്ടുള്ളതാ, എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത് എന്നുള്ള രീതിയിൽ കഴുത ഇങ്ങനെ കരയുക. പക്ഷേ യജമാനൻ പിന്മാറുന്നില്ല, യജമാനൻ മണ്ണിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം കഴുത ഒരു തീരുമാനമെടുത്തു. കഴുതയുടെ മണ്ടത്തലയിൽ സുന്ദരമായ ഒരു ബുദ്ധി ഉദിച്ചു. കഴുത പറഞ്ഞു, ഞാനൊരു പരാജയമായി തീരുകയില്ല, ഞാനൊരു പരാജയമായി തീരുകയില്ല.
കഴുത എന്ത് ചെയ്യുന്നറിയാമോ? ഈ കഴുതയുടെ ദേഹത്ത് മണ്ണ് വന്ന് വീണപ്പോൾ അത് കുടഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് കയറി നിന്നു. വീണ്ടും മണ്ണ് വന്ന് വീഴുന്നു, കഴുത കുടയുന്നു, മുകളിൽ കയറി നിൽക്കുന്നു, മുകളിൽ കയറി നിൽക്കുന്നു, മുകളിൽ കയറി നിൽക്കുന്നു, മുകളിൽ കയറി നിൽക്കുന്നു. ചുരുക്കി പറഞ്ഞ കിണർ മൂടുകയും ചെയ്തു, കഴുത പുറത്ത്. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതോടുകൂടി തീർന്നു, അവസാനിച്ചു, പരാജയപ്പെട്ടു, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? കാരണം നിനക്കൊരു ഭാവിയുണ്ട്. സുഭാഷിതം 23:18 എഴുതിയെടുത്തേ. സുഭാഷിതം 23:18 എഴുതിക്കേ. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. ഹല്ലേലൂയ, ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. നിനക്കൊരു ഭാവിയുണ്ട്. ഹല്ലേലൂയ, എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നിരാശ കടന്നു വന്നിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്താ? ഞാൻ വിജയിക്കത്തില്ല, എനിക്ക് ജോലി കിട്ടത്തില്ല, കല്യാണം നടക്കത്തില്ല, രോഗം മാറത്തില്ല, ഭാരം മാറത്തില്ല, ക്ഷീണം തീരത്തില്ല, ഇത് എന്നെ കൊണ്ടേ പോകത്തുള്ളൂ. ഇതാണ് നമ്മൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരാജയം ചിന്തിക്കരുത്, പരാജയം പറയരുത്. പറഞ്ഞേ, എല്ലാവരും പറ. പരാജയം ചിന്തിക്കരുത്, പരാജയം പറയരുത്. കാരണം തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. ഹല്ലേലൂയ, എല്ലാവരും പറഞ്ഞേ എനിക്കൊരു ഭാവിയുണ്ട്, എനിക്കൊരു ഭാവിയുണ്ട്. എൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല, എൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. ഞാനൊരു പരാജയമായി മാറുകയില്ല, ഞാനൊരു പരാജയമായി മാറുകയില്ല. ദൈവം എന്നെ ഉയർത്തും, ദൈവം എന്നെ ഉയർത്തും. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തീർച്ചയായും ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. തീർച്ചയായും എനിക്കൊരു ഭാവിയുണ്ട്, എനിക്കൊരു ഭാവിയുണ്ട്. എല്ലാവരും പറ, എനിക്കൊരു ഭാവിയുണ്ട്, എനിക്കൊരു ഭാവിയുണ്ട്. എൻ്റെ ജീവിതം ഇരുളടഞ്ഞതായി തീരുകയില്ല, ഞാനൊരു പരാജയമായി മാറുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നമ്മളെക്കുറിച്ചുള്ള പ്ലാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ആ പദ്ധതിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ആ പദ്ധതിയുണ്ട്. സാത്താൻ നമ്മുടെ ഉള്ളിലിരുന്ന് മന്ത്രിക്കും, നീ രക്ഷപ്പെടത്തില്ല, നീ ഗതി പിടിക്കത്തില്ല, നീ ഗുണം പിടിക്കത്തില്ല, നിന്റെ കാര്യം പോക്കാണ്, നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, ചില തകർച്ചകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കാലിലൊരു മുറിവ് വരും. മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താ? കാലിലോ കൈക്കോ എവിടെയെങ്കിലും മുറിവ് വന്നാൽ നമ്മൾ മരുന്ന് വെക്കും. മരുന്ന് വെക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? നീറ്റലുണ്ടാകും, വേദനയുണ്ടാകും. ആ നീറ്റലും വേദനയുമൊക്കെ ആ മുറിവിനെ സുഖപ്പെടുത്തുവാനായിട്ട് നമ്മൾ സഹിക്കേണ്ട സഹനമാണ്. ഈ മരുന്ന് വെക്കുമ്പോൾ നീറ്റലുണ്ടാകുമെന്നും പറഞ്ഞു മരുന്ന് വെക്കാതിരുന്നാൽ സംഭവിക്കുന്നത് ആ മുറിവ് അങ്ങനെ തന്നെ ഇരിക്കും, അത് ഉണങ്ങത്തില്ല. അതിൻ്റെ സൈഡ് എഫക്റ്റ് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ ആ മുറിവ് പഴുക്കും. അപ്പോൾ മുറിവ് പഴുക്കാതിരിക്കുവാൻ മരുന്ന് വെച്ച് കൊടുക്കും, അല്ലേ? ഈ സാധാരണ നമ്മുടെ ജീവിതത്തിലുള്ളൊരു പ്രത്യേകത ഞാൻ പറയാം. നമ്മളെല്ലാവരും കുരിശിൽ നിന്ന് ഓടി ഒളിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. കുരിശിൽ നിന്ന് ഓടി ഒളിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. ചെറുപ്രായങ്ങളിൽ എനിക്ക് ഒത്തിരി രോഗപീഠകളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത്തരം കാലഘട്ടത്തിൽ എനിക്ക് മെഡിസിൻ എന്ന് പറയുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. കൂടുതലും എനിക്ക് നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നത് ചുമയും ശ്വാസം മുട്ടുമായിരുന്നു. അപ്പോൾ ഈ മരുന്ന് കാണുമ്പോൾ തന്നെ എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല. സത്യം പറഞ്ഞാൽ ആശുപത്രിയിൽ അഡ്മിറ്റായ സമയത്ത് മെഡിസിനുമായിട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ കരയാൻ തുടങ്ങും. ഈവൻ എൻ്റെ വായിലേക്ക് മരുന്ന് വെച്ച് തന്നാൽ ഞാൻ എന്ത് ചെയ്യും? വായിലേക്ക് മരുന്ന് വെച്ചാൽ എന്ത് ചെയ്യും? തുപ്പും. അപ്പോൾ എനിക്ക് എൻ്റെ പാരൻസിനറിയാം, എന്നെ ശുശ്രൂഷിക്കുന്ന നേഴ്സുമാർക്കറിയാം, മരുന്നിറക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ അലമുറയിട്ട് കരയും, കാരണം ഇത് കയ്പാണല്ലോ. പക്ഷെ രോഗം മാറണമെങ്കിൽ ഈ കയ്പ് അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ബോധമൊന്നും എനിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഞാൻ അലറിക്കരയുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, 2-3 നേഴ്സുമാർ വരുന്നു. 2 പേരെൻ്റെ കാലെ പിടിച്ച് വലിക്കുന്നു.
രണ്ടുപേരെൻ്റെ കൈക്ക് പിടിച്ച് വലിക്കുന്നു. സത്യം പറഞ്ഞാൽ എന്നെ കുരിശിൽ തറക്കുക, ഞാൻ അവിടെ കിടന്ന് ഞെരിപിരി കൊള്ളുകയെ, എന്നെ രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചുറ്റിനും നോക്കി, എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ, എൻ്റെ മാതാപിതാക്കന്മാരെങ്കിലും എങ്ങനെ സഹായിക്കുമെന്ന് ഓർത്തു. പക്ഷേ എൻ്റെ അമ്മ എൻ്റെ കവളത്തിൽ പിടിച്ച് ഒരൊറ്റ ഞെക്ക്. ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇവിടെ ഈ കൊച്ച് എങ്ങനെയെങ്കിലും കയ്പ് നീര് കുടിച്ച് എന്നെ കൊല്ലാൻ വരുന്നേ എന്നുള്ള രീതിയിൽ കരയുമ്പോൾ, സത്യം പറഞ്ഞാൽ ആ കയ്പ് നീര് തന്നത് നിന്നെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാ. അത് കഴിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നിനക്ക് ടേസ്റ്റുള്ള മെഡിസിനൊന്നും അല്ല, പക്ഷേ ആ മെഡിസിൻ നിൻ്റെ മുറിവിനെ ഉണക്കും, നിൻ്റെ ഭാരത്തെ മാറ്റും, നിന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റും. ചില മുറിവുകൾ മാഞ്ഞു പോകും, ചില വേദനകൾ മാഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പറ, ദൈവം ചില സഹനങ്ങൾ അനുവദിക്കുന്നത് ഉപരി നന്മയ്ക്ക് വേണ്ടിയാണ്. പറഞ്ഞേ, ഒന്നുകൂടി പറ. ദൈവം ചില സഹനങ്ങൾ അനുവദിക്കുന്നത്, എല്ലാവരും പറ, ഉപരി നന്മയ്ക്ക് വേണ്ടിയാണ്. ആ സഹനങ്ങൾ ദൈവം നമ്മുടെ നന്മയ്ക്കാക്കി മാറ്റും. ഹല്ലേലൂയ. സന്തോഷമുള്ളവരൊന്ന് കൈയിടിച്ചേ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ സഹനങ്ങളും ദൈവം നമ്മുടെ ഉപരി നന്മയ്ക്കായിട്ട് മാറ്റും. പ്രത്യേകിച്ച് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് സ്വർഗത്തിൻ്റെ നന്മകൾ വിളമ്പാൻ വേണ്ടിയാണ്. സ്വർഗീയ നന്മകൾ വിളമ്പാൻ വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രങ്ങളാണ് നമ്മൾ ആരാണെന്നാണ് പറഞ്ഞത്? നമ്മൾ പാത്രങ്ങളാണ്. ഈ പാത്രത്തിലൂടെ ഒത്തിരി പേർക്ക് നന്മകൾ വിളമ്പണം. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ വീട്ടിലെ പാത്രം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ദിവസം എന്നാ? നിങ്ങളുടെ വീട്ടിലെ പാത്രം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ദിവസം ഏതാ? എല്ലാ ദിവസവും കഷ്ടപ്പാടാണോ? ഒരു ദിവസം കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും, കാരണം നന്നായിട്ടിട്ട് ഉരക്കേണ്ടി വരും. ഏത് ദിവസമാണ്? അന്നാണ് കൊഴുപ്പുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുന്നത്. ഈ കൊഴുപ്പൊക്കെ പാത്രത്തിൽ പറ്റിപ്പിടിച്ചിരുന്നാൽ അത് സാധാരണ കഴുകുന്നത് പോലെ കളഞ്ഞാൽ പറ്റത്തില്ല. അപ്പം നമ്മളെന്ത് ചെയ്യും? നമ്മൾ നന്നായിട്ട് ഉരക്കുമ്പോൾ പാത്രത്തിന് എന്തുണ്ടാകും? പാത്രത്തിന് വേദനയുണ്ടാകും. പക്ഷേ ഈ ഉരക്കൽ നല്ലതിന് വേണ്ടിയാണ്. കാരണം പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഈ ചില സഹനങ്ങൾ ദൈവം അനുവദിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണെന്ന്, നമ്മളെ കഴുകാൻ വേണ്ടിയാണെന്ന്. നമ്മുടെ ഉള്ളിൽ കട്ടി പോലെ, ക്ലാവ് പോലെ അഴുക്കിങ്ങനെ പിടിച്ചിരിക്കുക. അതിങ്ങനെ ഉരക്കുമ്പോൾ പ്രത്യേകിച്ച് നെയ്യ് കൂടുതലാണെങ്കിൽ ആ ക്ലാവ് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും. അതിട്ട് ഉരക്കുമ്പോൾ പാത്രത്തിന് വേദനിക്കും. അടുത്തിരിക്കുന്നവരോട് പറ, പാത്രം വേദനിച്ചാലും സാരമില്ല. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം എന്താ? അത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിലൂടെ ഞാൻ നിന്നെ ശോധന ചെയ്തു. അപ്പം സഹനങ്ങളും വേദനകളുമൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് എന്താ? ദൈവത്തിന് എന്നെക്കുറിച്ച് നല്ല പദ്ധതിയാണെന്ന് പറയുന്നു, പക്ഷേ എൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ വരുന്നു, എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ ഇത് നന്മയ്ക്ക് വേണ്ടിയാണെന്ന് പറയുന്നതിൽ എന്തടിസ്ഥാനമാവുള്ളത്? വചനം പറയുന്നത് എന്താ? ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിലൂടെ ഞാൻ നിന്നെ ശോധന ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താ? സഹനങ്ങൾ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ഓരോ അൽഫോൻസാമ എന്തോരം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സഹനങ്ങളിലൂടെ വലിയൊരു വിശുദ്ധീകരണമാണ് നടന്നത്. കൊച്ചു ത്രേസ്യ സഹിക്കേണ്ടി വന്നു. ആ സഹനത്തിലൂടെ വലിയ വിശുദ്ധീകരണമാണ് ഉണ്ടായത്. അപ്പൊ നമ്മൾ പറയുന്നത് എന്താ? ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് രോഗം? എന്തുകൊണ്ടാണ് കഷ്ടപ്പാട്? എന്തുകൊണ്ടാണ് സഹനം? എന്തുകൊണ്ടാണ് അസ്വസ്ഥത? പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു വേദന നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു രോഗം നിങ്ങൾക്ക് വേദനയായി തീരുന്നുണ്ടോ? ഏതെങ്കിലും ഒരു സഹനം നിങ്ങളുടെ ജീവിതത്തെ വല്ലാതെ തളർത്തുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു രോഗപീഠകളാകാം, സഹനങ്ങളാകാം, വീഴ്ചകളാകാം, തകർച്ചകളാകാം.
എന്തെങ്കിലും നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇതാ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് എന്താണ്? ഈ സഹനം നമ്മുടെ ഉപരി നന്മയ്ക്ക് വേണ്ടിയാണ്. കാരണം ഈ വചനം നിങ്ങളൊന്ന് എഴുതിയെടുത്തോ. ഏശയ്യാ 48:10. ഏശയ്യാ 48:10 എഴുതിയെടുത്തിട്ട് എഴുന്നേക്കുക. എഴുതിയെടുത്തിട്ട് എഴുന്നേക്കുക. എഴുതിയെടുത്തിട്ട് എഴുന്നേക്കുക. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹനം എന്തിനു വേണ്ടിയാണ്? അപ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി നല്ല പദ്ധതിയല്ലേ? ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ലേ? എന്നിട്ടും സഹനം എന്തിനു വേണ്ടിയാ? ഒന്ന് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. അവിടെ എങ്ങനെയാണ് പറഞ്ഞത്? ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിലൂടെ. ആ കഷ്ടതയുടെ ചൂളയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അതൊരു വിശുദ്ധീകരണത്തിലേക്കാണ് നമ്മൾ നയിക്കുന്നത്. അതൊരു ശുദ്ധീകരണത്തിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതൊരു വിശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ഹല്ലേലൂയ. വലതുകർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വചനം പറയുന്നത് ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിലൂടെ ഞാൻ നിന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ സഹനങ്ങൾ അതൊരു ശോധനയാണ്. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ അതൊരു കഴുകപ്പെടലാണ്, അതൊരു ശുദ്ധീകരണമാണ്. പ്രത്യേകിച്ച് എല്ലാവരുടെ ഉള്ളിൽ പ്രോബ്ലം അങ്ങോട്ട് കൂടുതലാണ്. ഞാനെന്ന് പറയുന്ന ഒരു ഭാവം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. ചിലപ്പോൾ നമ്മുടെ അഭിമാനത്തിന് കോട്ടം വരും, ചിലപ്പോൾ നമ്മുടെ സൽപ്പേരിന് കോട്ടം വരും, ചിലപ്പോൾ നമുക്കെതിരെ മറ്റുള്ളവർ അപവാദം പറയും, ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തും. അപ്പം നമ്മൾ ചിന്തിക്കും, അയ്യോ അവരെന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു, ഇവരെന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അതിലൂടെ നമ്മൾ കഴുകപ്പെടുകയാണ്, അതിലൂടെ നമ്മൾ ശോധന ചെയ്യപ്പെടുകയാണ്. ഈ ശോധനയിലൂടെ നമ്മൾ കഴുകപ്പെടുന്നു, വിശുദ്ധീകരിക്കപ്പെടുന്നു. പിന്നീട് നമ്മളിലൂടെ ഒത്തിരി നന്മകൾ പുറത്തേക്ക് വരുന്നു. കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം എൻ്റെ ചോദ്യം, എന്തിനു വേണ്ടി ചില തകർച്ചകൾ? എന്തിനു വേണ്ടിയാ? അത് നമ്മളെ തോൽപ്പിക്കാനാണോ, പരാജയപ്പെടുത്താനാണോ? മറിച്ച് നമ്മളെ കഴുകുകയാണ്, കൂടുതൽ നന്മയ്ക്ക് വേണ്ടി, വിശുദ്ധീകരിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ ധ്യാനചിന്ത, ചില തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഡയറക്ഷൻ തിരിച്ചുവിടുവാനായിട്ട് കാരണമായി മാറും. ഇഗ്നേഷ്യസ് ലയോളയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. ഇഗ്നേഷ്യസ് ലയോള തൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുവാനായിട്ട് യുദ്ധത്തിന് ഇറങ്ങിപ്പുറപ്പെട്ട ഒരു പടയാളിയാണ്. യുദ്ധത്തിൽ പരിക്കേറ്റു ഈ മനുഷ്യൻ ആശുപത്രിയിൽ അഡ്മിറ്റായി. യുദ്ധത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ അഡ്മിറ്റായപ്പോഴാണ് ഇദ്ദേഹത്തിന് എന്ത് വായിക്കാനായിട്ട് അവസരം കിട്ടിയത്? പറ. ബൈബിള് വായിക്കാൻ അവസരം കിട്ടിയത്. ആ വചനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്ന് മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ പടത്തലവൻ എന്നുള്ളതിൽ നിന്ന് കർത്താവിൻ്റെ പടത്തലവനായി മാറുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ ഇഗ്നേഷ്യസ് ലയോളയാണ് ആരായി മാറിയത്? നമ്മുടെ ഫ്രാൻസിസ് സേവ്യറിനെ മാനസാന്തരത്തിന് വേണ്ടി, ഫ്രാൻസിസ് സേവ്യറിനോട് ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനമെന്ന് പറഞ്ഞത് ഇഗ്നേഷ്യസ് ലയോളയാണ്. യഥാർത്ഥത്തിൽ ഇഗ്നേഷ്യസ് ലയോളയുടെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ആക്സിഡൻ്റ് ആണ്. ആ ആക്സിഡൻ്റ് കാലഘട്ടത്തിലാണ് ഇഗ്നേഷ്യസ് ലയോളയുടെ ജീവിതം മാറിമറിയുന്നത്. അപ്പം ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ചില പരാജയങ്ങൾ കാരണമായി മാറും. അവിടെ ദൈവത്തിന് നമ്മളെക്കുറിച്ച് പദ്ധതിയില്ലാത്തത് കൊണ്ടല്ല, ദൈവത്തിന് നമ്മളെക്കുറിച്ച് സ്വപ്നം ഇല്ലാത്തത് കൊണ്ടല്ല, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി നാശത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല. പക്ഷേ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം അനുവദിക്കുന്നു. കാരണം നീ ഇങ്ങനെ പോയാൽ പോരാ, ഈ വഴി പോയാൽ നിനക്ക് ഡേഞ്ചറാണ്, വഴി മാറി സഞ്ചരിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി ഒരു വഴി തുറക്കുന്നു. കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ.
ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് പറ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ എന്തെങ്കിലും തകർച്ചകൾ വന്ന്, ചില തകർച്ചകൾ നമ്മളെ വല്ലാതങ്ങ് ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഭാരപ്പെടണ്ട. അത് നല്ലതിന് വേണ്ടിയാണ്, അത് നല്ലതിന് വേണ്ടിയാണ്. ദൈവം നമ്മളെ ഉയർത്തും, ദൈവം നമ്മളെ ഉയർത്തും, ദൈവം നമ്മളെ ഉയർത്തും, ദൈവം നമ്മളെ ഉയർത്തും, ദൈവം നമ്മളെ ഉയർത്തും. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ ധ്യാനചിന്ത സഹനകാലങ്ങൾ. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാലഘട്ടമാണ്. ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാലഘട്ടമാണ്. ഹല്ലേലൂയ. ഹോസിയ 2:14 പറയുന്നത് ഇപ്രകാരമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി. അതായത് ദൈവത്തിന് നമ്മളോട് സംസാരിക്കണം. ആർക്ക് നമ്മളോട് സംസാരിക്കണം? പക്ഷെ നമുക്ക് നേരെയില്ല, ബിസി. എന്താണെന്ന് പറഞ്ഞേ. എത്രയോ പേരാണ് ധ്യാനത്തിന് വിളിച്ചാൽ വരത്തില്ല, ഒന്നിനും നേരെയില്ല അല്ലേ? അവസാനം നമ്മൾ ധ്യാനത്തിന് വരേണ്ടി വരുന്ന സാഹചര്യം ചിലപ്പോൾ ജീവിതത്തിലുണ്ടാകും. അങ്ങനെ ഒരു വേർഡാണ് ഹോസിയ 2:14 പറയുന്നത്. അതൊന്ന് വായിച്ചേ ആരെങ്കിലും. ഹോസിയ 2:14 ഒന്ന് വായിച്ചേ. വായിച്ചോ ബ്രദറെ? ഹല്ലേലൂയ. എന്താ വചനം പറയുന്നത്? ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞേ. ആരാ വശീകരിക്കുന്ന കാര്യമാണ് പറയണത്? ദൈവം ഇസ്രായേൽ ജനത്തെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നു. എന്തിനാണെന്നറിയാമോ? കൃത്യമായി ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുപോകും, അവിടെ വെച്ച് ഞാൻ അവളോട് കൃത്യമായി സംസാരിക്കും. ഈ വശീകരിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളാണ്. വിജനപ്രദേശം എന്ന് പറയുന്നത് മരുഭൂമിയാണ്. മരുഭൂമി എന്ന് പറയുന്നത് ചുട്ടുപൊള്ളുന്ന മണലാരണ്യമാണ്. മരുഭൂമി എന്ന് പറയുന്നത് വിഷപ്പാമ്പുകളും തേളുകളുമുണ്ട്. മരുഭൂമി എന്ന് പറയുന്നത് ഒരു തണൽ മരമില്ല. മരുഭൂമി എന്ന് പറയുന്നത് ഒരു താങ്ങാൻ ആരുമില്ലാത്ത അവസ്ഥ, കഠിനമായ ഏകാന്തത. മരുക്കാറ്റ് ആഞ്ഞു വീശുമ്പോൾ വഴി പോലും മാഞ്ഞു പോകുന്ന അവസ്ഥയാണ് മരുഭൂമി എന്ന് പറയുന്നത്. എൻ്റെ കർത്താവ് പറയുന്നത് എന്താ? ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുപോകും. കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുപോകും, അവിടെ വെച്ച് ഞാൻ നിന്നോട് കൃത്യമായി സംസാരിക്കും. ദൈവം വശീകരിക്കുമ്പോൾ ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടും. യഥാർത്ഥത്തിൽ നമ്മൾ സഹനം മാറാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈ സഹനത്തിലൂടെ, ഈ തകർച്ചയിലൂടെ ദൈവം എന്നോട് എന്താണ് പറയുന്നത്? ഈ വീഴ്ചയിലൂടെ ദൈവം എന്നോട് എന്താണ് പറയുന്നത്? ഈ പരാജയത്തിലൂടെ ദൈവം എന്നോട് എന്താണ് പറയുന്നത്? അത് നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. പിശാച് എപ്പോഴും നുണ പറയുന്നവനാ. അവൻ ഉള്ളിൻ്റെ അകത്തിരുന്ന് പറയും, ഇത് നിന്റെ നാശത്തിന് വേണ്ടിയാണ്, ഇത് നിന്റെ പരാജയത്തിന് വേണ്ടിയാണ്, ഇതോടുകൂടി നിന്റെ ജീവിതം തീർന്നു, ഇനി നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇത് സാത്താൻ്റെ ആലോചനയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദൈവം വശീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കണം. ദൈവത്തിൻ്റെ സ്വരം എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ കേട്ടിട്ടില്ലേ? കർത്താവ് എനിക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും എൻ്റെ ഗുരു എന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകളുടെ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്താ? ഈ കഷ്ടതയുടെ അപ്പം തിന്നുമ്പോഴും ക്ലേശത്തിൻ്റെ ജലം കുടിക്കുമ്പോഴും ദൈവത്തിൻ്റെ സ്വരമാണ് കേൾക്കേണ്ടത്. ഏത് വഴിയാ? ഇതാണ് വഴി, ഇതിലേ പോവുക. അടുത്തിരിക്കുന്നവരോട് പറ, സഹനം വരുമ്പോൾ തോന്നണ വഴിക്ക് പോകരുത്. സഹനം വരുമ്പോൾ നമുക്ക് തോന്നണ വഴിയിലൂടെ പോകരുത്. ഒരു സംഭവം പറയാം. ഒരപ്പന് 2 മക്കളുണ്ട്. മൂത്ത
മോൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. മൂത്ത മോനെടുത്ത തീരുമാനം കേട്ടോ, അപ്പനെന്ന് പറയുന്നത് മുഴുക്കുടിയനാണ്. കുടിയനെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കുടിയനാണ്. കുടിച്ച് കുടിച്ച് എല്ലാം നശിപ്പിച്ചു. അത് കണ്ടിട്ട് മൂത്ത മോനെടുത്ത തീരുമാനം കേൾക്കണോ? അപ്പനിങ്ങനെ ചെയ്തില്ലേ, ഞാൻ കാണിച്ചു തരാം. അവൻ അപ്പനേക്കാളും വലിയ കുടിയനായി മാറി. അപ്പനേക്കാളും വലിയ കുടിയനായി മാറി. ഇളയവൻ ചിന്തിച്ചതെന്താ, അപ്പനും ചേട്ടനും എല്ലാം നശിപ്പിച്ചല്ലോ, ഇനി ഞാനായിട്ട് കുടിക്കത്തില്ല. അവൻ അപ്പനും ജ്യേഷ്ഠനും നഷ്ടപ്പെടുത്തിയത് അവൻ വീണ്ടെടുത്തു. ഇവിടെ സഹനം വന്നപ്പോൾ ആ സഹനത്തോട് പ്രത്യുത്തരിച്ചത് തോന്നണ വഴിക്ക് പോയിക്കൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്വരം കേട്ടിട്ടാണ്. ദൈവത്തിൻ്റെ സ്വരം എന്താ? വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകളുടെ പിന്നിൽ നിന്നൊരു സ്വരം ശ്രമിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. അതുകൊണ്ട് സഹനങ്ങൾ വരുമ്പോൾ തോന്നണ വഴിക്ക് പോകരുത്. കർത്താവ് നമ്മളോട് സംസാരിക്കും. ദൈവത്തിൻ്റെ സ്വരം കേട്ടിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏത് സഹനത്തെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ഏത് തകർച്ചയെയും ഉയർച്ചയാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. ഏത് പ്രതിസന്ധിയിലും നമുക്ക് പുറത്തേക്ക് വരുവാനായിട്ട് സാധിക്കും. അത്തരം നാളുകളിൽ നമ്മുടെ ജീവിതത്തിന് ദൈവം ഒരു മാറ്റം നൽകും, പുതിയ ബോധ്യങ്ങൾ നൽകും. കൂടുതൽ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരികെ തരുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഷ്ടത മാറാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് ഈ കഷ്ടതയിലൂടെ ദൈവം എന്നോട് എന്താണ് സംസാരിക്കുന്നത്, ഈ വേദനയിലൂടെ ദൈവത്തിന് എന്താണ് എന്നോട് പറയാനുള്ളത്, അത് നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം അനുഭവിക്കാനായിട്ട് പറ്റും. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില തകർച്ചകൾ അനുവദിക്കുന്നതിന് വേണ്ടിയാ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുകയാണ്, കൂടുതൽ ഫലം കായ്ക്കാനായി ഞാൻ നിങ്ങളെ വെട്ടിയൊരുക്കും. അപ്പൊ വെട്ടിയൊരുക്കുന്നതിന് വേണ്ടിയാ. ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ വീട്ടിൽ മുല്ലയുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ റോസ് ഉണ്ടെങ്കിൽ, കൂടുതൽ പൂക്കൾ ഉണ്ടാകാൻ നിങ്ങൾ എന്ത് ചെയ്യും? അതിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കും. വെട്ടുമ്പോൾ അതിൻ്റെ ശിഖരത്തിന് എന്തുമാത്രം വേദനയാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ ഒരൊറ്റ വെട്ടലിൽ കൂടുതൽ ശിഖരങ്ങൾ വരുന്നു, കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വെട്ടിയൊരുക്കൽ എന്ന് പറയുന്നത് വേദനാജനകമാണ്. പക്ഷെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കും. കൂടുതൽ ഫ്രൂട്ട്സ് നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തകർച്ചകളെ നോക്കി എൻ്റെ ജീവിതം തീർന്നു എന്ന് ആരും വിധി എഴുതരുത്. കാരണം ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ നാശത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. ഹല്ലേലൂയ. എത്ര പേര് പറയുന്നുണ്ട്, വീണാലും ഞാൻ എഴുന്നേൽക്കും? മിക്ക പറഞ്ഞതുപോലെ വീണാലും ഞാൻ എഴുന്നേൽക്കും. ഹല്ലേലൂയ. എൻ്റെ ശത്രുക്കളെ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും. കർത്താവ് എൻ്റെ ബലമായി മാറും, കർത്താവ് എന്നെ ബലപ്പെടുത്തും. വീണാലും ഞാൻ എഴുന്നേൽക്കും. കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ, ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി കുറേ പേരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, തകർച്ചകൾ വന്ന ഈ കൊച്ചുകുട്ടികളുടെ അവസ്ഥയാണ്. കൊച്ചുകുട്ടികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൊച്ചുകുട്ടിയുടെ കയ്യ് ഒരു മുള്ളു കൊണ്ടെന്ന് വിചാരിക്കുക. മുള്ളു കൊള്ളുമ്പോൾ സംഭവിക്കുന്നത് എന്താ? വേദന ഉണ്ടാവും. വേദന ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് എന്താ? കൊച്ചിൻ്റെ വിചാരം, ഇതോടുകൂടി എൻ്റെ ജീവിതം, ഇതോടുകൂടി മുള്ളു കൊണ്ടതോടുകൂടി എൻ്റെ ജീവിതം. അതുകൊണ്ട് കൊച്ചു കരയുന്നത് ഗ്രാമപഞ്ചായത്ത് വറക്കുന്ന രീതിയിലായിരിക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു ഗ്രാമപഞ്ചായത്ത് കിടിലം കൊള്ളിക്കുന്ന രീതിയിൽ അലറിക്കരയും, ഇതോടുകൂടി എൻ്റെ ജീവിതം തീർന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ? ഈ കൊച്ചിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു തുണി കൊണ്ടുവന്നിട്ട് ചുറ്റിക്കൊടുക്കും. നമ്മൾ വിചാരിക്കും ഇതോടുകൂടി പ്രശ്നം തീർന്നെന്ന്. ഇനിയാണ് പ്രശ്നം തുടങ്ങണത്. കൊച്ച് ഇടയ്ക്കിടയ്ക്ക് നോക്കും, ഇതിലേക്ക് നോക്കിയിട്ട് ആ ഏങ്ങലടി ഒരു ദിവസം നീണ്ടു നിൽക്കും. ഇനി ആരെങ്കിലും വന്നാൽ കൊച്ച് ആദ്യമേ കണ്ടില്ല എൻ്റെ കൈയുടെ അവസ്ഥ, തീർന്നു ജീവിതം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരു ശൈശവാവസ്ഥയുടെ, ബാല്യാവസ്ഥയുടെ
ഒരു വല്ലാത്ത അവസ്ഥയാണിത്. യഥാർത്ഥത്തിൽ സഹനങ്ങൾ വരുമ്പോൾ നമ്മളും ചിലപ്പോൾ ബാല്യത്തിലേക്ക് കടന്നു ചെല്ലും. നമ്മൾ ആ പ്രശ്നത്തിലേക്ക് നോക്കിയിട്ട് നമ്മൾ പറയും, ഇതോടുകൂടി എൻ്റെ ജീവിതം തീർന്നു, എൻ്റെ ജീവിതം അവസാനിച്ചു, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഞാൻ രക്ഷപ്പെടത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും പ്രശ്നങ്ങളിലേക്ക് നോക്കരുത്. ഒരു ഹല്ലേലൂയ പറയാൻ തോന്നുന്നുണ്ടോ? നിങ്ങളാരും സഹനങ്ങളിലേക്ക് നോക്കരുത്, നിങ്ങളാരും തകർച്ചകളിലേക്ക് നോക്കരുത്. നിങ്ങൾ നോക്കേണ്ടത് എന്താ? നിങ്ങൾ ദൈവത്തിലേക്ക് നോക്കുവിൻ. സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താ? അവിടത്തെ നോക്കിയവർ. ബാക്കി നിങ്ങൾ പറഞ്ഞോ. ആരാണ് പ്രകാശിതരായത്? അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി. അതുകൊണ്ട് സഹനങ്ങളിലേക്ക് നമ്മൾ നോക്കരുത്, തകർച്ചകളിലേക്ക് നമ്മൾ നോക്കരുത്. പിന്നെ നോക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞുതരാം. നോക്കിയാൽ സംഭവിക്കാൻ പോണ എന്താ? ചെറിയ വേദനയാണെങ്കിലും, എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കേ, ചെറിയ വേദനയാണെങ്കിലും നമ്മൾ അതിലേക്ക് നോക്കിയാൽ അതേറ്റവും വലിയൊരു സംഭവമായി മാറും, അല്ലേ? വേദന ചെറുതായിരിക്കും, പക്ഷെ നമ്മൾ അത് വലിയൊരു സംഭവമായിട്ട് മാറും. പക്ഷെ ദൈവത്തിലേക്ക് നോക്കിയാൽ നമ്മൾ നേരിടുന്ന വേദന വലുതാണെങ്കിലും അത് ചെറുതായിത്തീരും. ദൈവത്തിലേക്ക് നോക്കുമ്പോഴുള്ള വ്യത്യാസം എന്താ? ചെറിയ വേദനയിലേക്ക് നോക്കിയാൽ ആ ചെറിയ വേദന വലിയ വേദനയായി തീരും. ചെറിയ സങ്കടം വലിയ സങ്കടമായി മാറും. നമ്മൾ അതിലേക്ക് നോക്കും. അതുകൊണ്ട് ചിലരുടെ അവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇന്ന് വേദനിക്കാൻ പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ലെങ്കിൽ 2ാം ക്ലാസ്സിലെ കാര്യം ഓർത്ത് വേദനിക്കും. എങ്ങനെ? ഇന്ന് സങ്കടപ്പെടാൻ വിഷമിക്കാൻ ഒന്നും കിട്ടിയില്ല, അപ്പോൾ പണ്ടത്തെ കാര്യം ഓർത്ത് എടുത്ത് പിന്നെ അതിനെ പ്രതി വിഷമിക്കും. ഹല്ലേലൂയ. നിങ്ങൾ അതിലേക്ക് നോക്കുമ്പോൾ അത് നിങ്ങളെ വല്ലാതങ്ങ് ഭാരപ്പെടുത്തുന്നു, വല്ലാതങ്ങ് ഭയപ്പെടുത്തുന്നു, വല്ലാതങ്ങ് പേടിപ്പിക്കുന്നു. നിങ്ങളുടെ തകർച്ചയ്ക്ക് വേണ്ടിയല്ല ഈ സഹനങ്ങൾ, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് സഹനങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വേദനയിലേക്ക് നോക്കാതെ ദൈവത്തിലേക്ക് നോക്ക്. ആർത്തിരമ്പുന്ന തിരമാലയിലേക്ക്, കൊടുങ്കാറ്റിലേക്ക് നോക്കിയാൽ ജീവിതം മുന്നോട്ട് പോകത്തില്ല. ഒരു കപ്പൽ യാത്രയിൽ കപ്പൽ യാത്രയിൽ സംഭവിച്ചത് എന്താ? ഒരപ്പൻ്റെ മോൻ, അപ്പൻ കപ്പിത്താനാ, ക്യാപ്റ്റൻ്റെ മോൻ കപ്പലിൽ യാത്ര ചെയ്യുന്നുണ്ട്. അവനിങ്ങനെ ഓടിച്ചാടി ഒരു കൊടിമരത്തിലേക്ക് ചാടിക്കേറിയപ്പോൾ അതങ്ങോട്ട് ഇളകി മറിയാവുന്ന അവസ്ഥയിൽ നിൽക്കുക. ആ സമയത്താണ് കടൽക്ഷോഭം ഉണ്ടാവുന്നത്. ഈ കടൽക്ഷോഭത്തിൽപ്പെട്ട് കപ്പലിങ്ങനെ ആടി ഉലയുക. ഈ പയ്യൻ്റെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിക്കേ. അവൻ അലറിക്കരയാൻ തുടങ്ങി. അപ്പം ചിലർ കൊടിമരത്തെ കയറാൻ തുടങ്ങിയപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു, കയറരുത്, ദുരന്തം ഉണ്ടാകും, എന്തു ചെയ്യും? അപ്പം പറഞ്ഞു, മോനെ നീ പതുക്കനെ ഇറങ്ങി വാ. അപ്പം അവൻ പറഞ്ഞ വാക്ക് കേൾക്കണോ? ഡാഡി, ഈ കടലിലേക്ക് നോക്കിയിട്ട് എനിക്ക് പേടി തോന്നണ്. എങ്ങനെ? ഈ തിരമാല കടൽ ഇളകിയിരിക്കണേല്ലേ, അതിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് പേടി തോന്നണമെന്ന്. അപ്പൻ അവനോട് പറഞ്ഞു, മോനെ നീ ഒന്ന് ആകാശത്തേക്ക് നോക്കിക്കേ. അവൻ ആകാശത്തേക്ക് നോക്കിയപ്പോൾ അപ്പൻ ചോദിച്ചു, ഇപ്പം പേടി തോന്നുന്നുണ്ടോ? കൊച്ചെന്ന് പറഞ്ഞു, ഇപ്പം എനിക്ക് പേടി തോന്നണില്ല. അപ്പം പറഞ്ഞു, മോനെ നീ മുകളിലേക്ക് നോക്കിയിട്ട് പതുക്കനെ താഴത്തേക്ക് ഇറങ്ങുക. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അപ്പം പേടി തോന്നുന്നതിൻ്റെ കാരണം നമ്മൾ കൊടുങ്കാറ്റിലേക്കും സുനാമിയിലേക്കും ഭൂകമ്പത്തിലേക്കും തിരമാലയിലേക്കും നോക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ നോക്കേണ്ടത് മുകളിലേക്കാണ്, ആകാശത്തിലേക്കല്ല, ദൈവത്തിലേക്ക്. അപ്പോൾ നിങ്ങളുടെ ഭയം മാറിപ്പോകും, നിങ്ങളുടെ അസ്വസ്ഥത മാറിപ്പോകും, നിങ്ങളുടെ ഭാരം മാറിപ്പോകും, നിങ്ങൾ വളരെ ഫ്രീ ആയി മാറും. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ ഹല്ലേലൂയ. രോഗം മാറണമെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പക്ഷെ രോഗം മാറണമെങ്കിൽ, മുറിവുണങ്ങണമെങ്കിൽ മരുന്ന് വെക്കണം. മരുന്ന് വെക്കുമ്പോൾ നീറ്റലുണ്ടാകും, മരുന്ന് വെക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടാകും. പക്ഷെ മരുന്ന് വെക്കുന്നത് നല്ലതിന് വേണ്ടിയാണ്. ആ നീറ്റൽ അനുഭവിച്ചാലും സാരമില്ല, അതിലൂടെ എൻ്റെ മുറിവ് അങ്ങോട്ട് ഉണങ്ങും, എൻ്റെ മുറിവ് അങ്ങോട്ട് മാഞ്ഞു പോകും. എൻ്റെ മുറിവ് ഉണങ്ങുമ്പോൾ പിന്നീട് സംഭവിക്കുന്നത് എന്താ? പിന്നീട് എനിക്ക് ആ വേദന ഒരിക്കലും എന്നെ അലട്ടുകയില്ല, ഒരിക്കലും എന്നെ അസ്വസ്ഥപ്പെടുത്തുകയില്ല.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചില വേദനകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ചില രോഗപീഠകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ചില സഹനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് നല്ലതിന് വേണ്ടിയാണ്. കാരണം അവിടെ നമ്മുടെ മുറിവ് ഉണങ്ങുകയാണ്, നമുക്ക് സൗഖ്യം കിട്ടുകയാണ്, നമുക്ക് ആശ്വാസം ലഭിക്കുകയാണ്. ഒരുപക്ഷെ ആ വേദന സഹിക്കുന്നത് കൊണ്ട് നമ്മുടെ നഖം മാത്രമാണ് മുറിച്ച് കളയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കൈ തന്നെ മുറിച്ച് കളയേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തകർച്ചകൾ ഉപരി നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പം ദൈവത്തിന് നമ്മളെക്കുറിച്ച് പദ്ധതിയുണ്ടോ? കേട്ടില്ല. നാശത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണോ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണോ? ഇപ്പം അനുഭവിക്കുന്ന സഹനം നശിപ്പിക്കാൻ വേണ്ടിയുള്ളതാണോ ഉയർത്താൻ വേണ്ടിയുള്ളതാണോ? വേദന വരുമ്പോൾ വേദനയിലേക്ക് നോക്കണോ ദൈവത്തിലേക്ക് നോക്കണോ? എന്തുകൊണ്ടാണ് നമ്മുടെ മുഖം വാടുന്നത്? നമ്മൾ വേദനയിലേക്ക് നോക്കുന്നത് കൊണ്ടാ. പ്രശ്നത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുഖം വാടും. പക്ഷെ ദൈവത്തിലേക്ക് നോക്കിയാലോ, ദൈവത്തിലേക്ക് നോക്കിയാലോ നമ്മൾ സ്വതന്ത്രരാകും. ഇന്ന് രാത്രിയിൽ നമുക്ക് നന്നായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം കിട്ടും. കരഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് അനുഗ്രഹം കിട്ടും. ഇന്ന് രാത്രിയിൽ ആരാധനയിൽ മനസ്സ് തുറന്ന് നമുക്ക് കരയാൻ സാധിക്കും. അങ്ങനെ കരയുമ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസം കിട്ടും. അങ്ങനെ കരയുമ്പോൾ നമ്മുടെ മനസ്സ് കുറേ ഫ്രീ ആയി മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, യേശുവിനെ ആരാധിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഒരു കാര്യവും നമ്മളെ ഭാരപ്പെടുത്തേണ്ടതില്ല. കാരണം കർത്താവ് പറയുന്നു, നിന്റെ ഭാരം, എല്ലാവരും പറ, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിന്ന് നിന്നെ താങ്ങിക്കൊള്ളും. പറഞ്ഞേ, എല്ലാവരും പറ, ഒന്നുകൂടി പറ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് പറ, ഭാരം ചുമക്കരുത്, ഭാരം ദൈവത്തെ ഏൽപ്പിക്കുക. ഭാരം ആരെ ഏൽപ്പിക്കുക? ഭാരം ദൈവത്തെ ഏൽപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ചിന്തകളാണ് പ്രശ്നം. ചിലരുടെ ഉള്ളിൽ ചില ചിന്തകൾ വന്ന് വല്ലാതെ അങ്ങ് തളർത്തും. ആ ചിന്തകൾ ഇങ്ങനെ തളർത്തുമ്പോൾ അത് ഉത്കണ്ഠയാകാം, ദുഃഖമാകാം, ഭയമാകാം, നിരാശയാകാം, കുറ്റബോധമാകാം, അപകർഷതാബോധമാകാം. ഈ ചിന്ത നമ്മളെ അലട്ടുമ്പോൾ നമ്മൾ തളർന്നു പോകും. അങ്ങനെ തളരാനല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടെയാണ് നിന്റെ കാതുകളുടെ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും. ഏതാണ് സ്വരം? ഇതാണ് വഴി, ഇതിലേ പോവുക. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് ദൈവം ഒരുക്കുന്ന അവസരങ്ങളെ നമ്മൾ ഒരു പരാജയമായിട്ട്, ഒരു വീഴ്ചയായിട്ട് കാണരുത്. ഹല്ലേലൂയ. പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. നിങ്ങൾ ആ വചനം ഒന്ന് വായിക്കുന്നത് നല്ലതാ. എന്നിട്ടാണ് കാപ്പി കുടിക്കാൻ പോകുന്നത്. ബൈബിൾ എടുത്തേ. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഒന്നെല്ലാവരും പറഞ്ഞേ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. ഇങ്ങനെ പറഞ്ഞാൽ പോരാ, സന്തോഷത്തോടെ പറ. നിങ്ങൾ പറയുന്നത് സന്തോഷത്തോടെ ഇരിക്കാനാണ്, പക്ഷെ വിഷമത്തോടെയാണ് പറയണത്. ഇന്ന് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞേ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. പറ. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഒന്നുകൂടി പറ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഇനി എല്ലാവരും എഴുന്നേറ്റേ. ഹല്ലേലൂയ. പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് എപ്പോഴും വിഷമിച്ചിരിക്കാനാണോ?
എപ്പോഴും സങ്കടപ്പെട്ടിരിക്കാനാണോ? എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാനാണോ? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. പറഞ്ഞേ, നമ്മുടെ സന്തോഷം കെടുത്തിക്കളയാൻ ഒരു ചിന്തയെയും നമ്മൾ അനുവദിക്കരുത്. നമ്മുടെ സന്തോഷം കെടുത്തിക്കളയുവാൻ ഒരു സംഭവത്തെയും നമ്മൾ അനുവദിക്കരുത്. നമ്മുടെ സന്തോഷം കെടുത്തിക്കളയുവാൻ ഒരു വ്യക്തിയെയും നമ്മൾ അനുവദിക്കരുത്. ഒരുപക്ഷേ ഞാൻ കഴിഞ്ഞ ധ്യാനത്തിൽ പറഞ്ഞ ആ വേർഡാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. നിങ്ങൾ എന്നെ കുഴിച്ചിട്ടു. എങ്ങനെ? നിങ്ങളെന്നെ എന്തിനു വേണ്ടിയാണ് കുഴിച്ചിട്ടത്? എന്നെ തീർക്കാൻ വേണ്ടിയാ. പക്ഷെ നിങ്ങൾക്കറിയില്ലായിരുന്നു ഞാനൊരു വിത്തായിരുന്നെന്ന്. നിങ്ങൾക്കറിയില്ലായിരുന്നു ഞാനൊരു വിത്തായിരുന്നെന്ന്. നിങ്ങളെന്നെ കുഴിച്ചിട്ടാലും ബാക്കി നിങ്ങൾ പറ, ഞാൻ പൊട്ടി മുളക്കും. കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. അതുകൊണ്ട് ഏത് തകർച്ചയിൽ നിന്നും നമ്മൾ പുറത്തേക്ക് വരും പ്രിയപ്പെട്ടവരെ. നമ്മൾ പുറത്തേക്ക് വരും. നമ്മളെ കീഴടക്കുവാനോ തീർക്കുവാനോ ലോകത്തിലെ ഒരു വിഷയത്തിനും സാധിക്കുകയില്ല. ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ്, എപ്പോഴും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. പറഞ്ഞേ, ഒന്നുകൂടി പറ. എപ്പോഴും ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. കാരണം ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതെൻ്റെ നാശത്തിന് വേണ്ടിയുള്ളതല്ല. ദൈവം നമ്മളെ ഉയർത്താൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ. ദൈവം നമ്മളെ ഉയർത്താൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സഹനം ദൈവം നിങ്ങളുടെ നന്മയാക്കി മാറ്റും. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന രോഗം ദൈവം നിങ്ങളുടെ നന്മയാക്കി മാറ്റും. നിങ്ങളുടെ തോൽവി ദൈവം നിങ്ങളുടെ നന്മയാക്കി മാറ്റും. അതുകൊണ്ട് പിശാചിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കരുത്. സാത്താന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കരുത്. ദൈവം എല്ലാം നന്മയാക്കി മാറ്റും. എല്ലാം നന്മയാക്കി മാറ്റും. എല്ലാം നന്മയാക്കി മാറ്റും. ഹല്ലേലൂയ. പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മിക്ക പറഞ്ഞത് നമുക്ക് ഏറ്റു പറയാം. എൻ്റെ ശത്രുക്കളെ, വലതുയർത്തി പറ, എൻ്റെ ശത്രുക്കളെ, നിങ്ങൾ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട. ഞാൻ വീണാലും എഴുന്നേൽക്കും. ഞാൻ വീണാലും എഴുന്നേൽക്കും. എൻ്റെ ശത്രുക്കളെ, എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട. ഞാൻ വീണാലും എഴുന്നേൽക്കും. കർത്താവിൻ്റെ വെളിച്ചമായിരിക്കും. ഹല്ലേലൂയ. പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി സഹനം അനുവദിക്കുന്നത് എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? ഒന്ന്, നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി. രണ്ടെന്താ പറഞ്ഞത്? നമ്മുടെ ജീവിതത്തിൻ്റെ ഡയറക്ഷൻ തിരിച്ചുവിടാൻ. 3, നമ്മളോട് സംസാരിക്കാൻ. 4, കൂടുതൽ വെട്ടിയൊരുക്കാൻ, ഫലം പുറപ്പെടുവിക്കുവാൻ. ഹല്ലേലൂയ. കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഫലം പുറപ്പെടുവിക്കണം. ഫലം പുറപ്പെടുവിക്കണം. ഹല്ലേലൂയ. ഒരു ജോലി നഷ്ടപ്പെട്ടാൽ സാരമില്ല, വലിയ ജോലി ദൈവം തരും. പറഞ്ഞേ, ഒരു ജോലി നഷ്ടപ്പെട്ടാൽ സാരമില്ല, വലിയ ജോലി ദൈവം തരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് വലിയ ജോലി ലഭിക്കുമെന്ന്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതം ഉയർച്ചയായി മാറുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? അപ്പം നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കാപ്പി കുടിക്കാനായിട്ട് പോകും. കാപ്പി കുടിക്കാൻ പോകുമ്പോൾ കാപ്പി കുടിച്ചിട്ട് മുഖമൊക്കെ കഴുകിയിട്ട് ഓടി വന്ന് ഈശോയുടെ മുമ്പിലിരിക്കണം. എന്നിട്ട് ഈശോയോട് പറയണം, ഈശോയെ, എന്നെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതി എനിക്ക് വെളിപ്പെടുത്തണമേ. എന്നെക്കുറിച്ചുള്ള നിൻ്റെ സ്വപ്നം എനിക്ക് വെളിപ്പെടുത്തണമേ. അപ്പോൾ കർത്താവ് നിങ്ങളോട് സംസാരിക്കും. നിങ്ങളോട് സംസാരിക്കും. ദൈവം നിങ്ങളോട് എന്താണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ എന്നോട് വന്ന് പറയണം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തോട് ചോദിച്ചപ്പോൾ നിങ്ങളുടെ പ്രതിസന്ധിയിൽ ദൈവം നിങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് പറയണം. അപ്പം ദൈവത്തിൻ്റെ സ്വരം കൂടുതൽ ബോധ്യങ്ങളിലേക്കും കൂടുതൽ അഭിഷേകത്തിലേക്കും നമ്മളെ നയിക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ, ഹല്ലേലൂയ. സന്തോഷമായോ? 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 കാരണം വചനം പറയുന്നത് എന്താണ്? എപ്പോഴും. അതൊന്ന് സന്തോഷത്തോടെ പറഞ്ഞേ, ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞേ, അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞേ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. ഇടവിടാതെ
മൂന്നാമത്തെ കാര്യം എന്താണ്? എല്ലാ കാര്യത്തിലും നന്ദി. ഹല്ലേലൂയ. എല്ലാ കാര്യത്തിലും നന്ദി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതായത് ആദ്യമായിട്ട് സൈക്കിൾ ഇറങ്ങിയ ഒരു കാലം, ആ കാലത്തിൽ ഒരു പയ്യൻ സൈക്കിൾ വാങ്ങി. ആ ഗ്രാമത്തിൽ ആദ്യമായിട്ടാണ് സൈക്കിൾ വരുന്നത്. അതുകൊണ്ട് ആളുകളെല്ലാം സൈക്കിളിൻ്റെ പുറകെ ഓടി. അവൻ അവിടുത്തെ ഹീറോ ആയിരുന്നു. അമ്മ അവനെ മാർക്കറ്റിലേക്ക് വിട്ടു. അവൻ സൈക്കിളിന് മാർക്കറ്റിൽ പോയി സാധനവും വാങ്ങിയിട്ട്, സാധാരണ ചുവന്നുകൊണ്ടാണ് വരുന്നത്. സാധനം വാങ്ങിയപ്പോൾ സൈക്കിളിൻ്റെ കാര്യം അവൻ മറന്നുപോയി. അവൻ അരി ചുവന്നുകൊണ്ട് വീട്ടിൽ വന്നു. പാതിരാത്രിയിൽ സ്വപ്നമുണ്ടായി സൈക്കിൾ മാർക്കറ്റിൽ. പിന്നെ അവൻ ജാഗരണം നടത്തി. അവൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, സൈക്കിളിനെ കാത്തുകൊള്ളണേ ദൈവമേ എന്ന്. എന്നിട്ട് സംഭവിച്ചതെന്താ? നേരം വെളുത്ത് വന്നു നോക്കിയപ്പോൾ സൈക്കിൾ അവിടെ തന്നെയുണ്ട്. നന്ദി പറയാൻ വേണ്ടി അവൻ പള്ളിയിൽ കയറിയിട്ട് തിരിച്ചു വന്നപ്പോൾ സൈക്കിൾ കാണാനില്ല. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. പറഞ്ഞേ, ഇപ്പം നിനക്ക് നന്ദി പറയാൻ പറ്റുമോ? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, ഇപ്പം നിനക്ക് നന്ദി പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളിലും എന്ത് പറയണം? ദൈവമേ നന്ദി എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. എല്ലാത്തിനെയും പ്രതി ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മൾ ചായ കുടിക്കാൻ പോകുന്നു. ചായ കുടിച്ചിട്ട് നമ്മൾ ഫ്രഷായിട്ട് നമ്മൾ ചാപ്പലിലേക്ക് പോകുന്നു. ചാപ്പലിൽ പോയി നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ മുന്നിൽ ജോലിയില്ല, എനിക്ക് ഇന്ന വിഷയങ്ങളൊക്കെ എൻ്റെ മുന്നിലുണ്ട്, ആ വിഷയത്തിൽ ഇടപെടണമേ എന്നും പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. എല്ലാത്തിനും ദൈവം കൃത്യമായ ഉത്തരം തരും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് പറ, നിന്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. നിന്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ദൈവം തരുന്ന ഉത്തരം എന്ന് പറയുന്നത് കൃത്യമായ ഉത്തരമാണ്. പേടിക്കണ്ട, ദൈവം നിന്നോട് സംസാരിക്കും. ദൈവം സംസാരിക്കുമ്പോഴാണ് നമ്മുടെ സാഹചര്യങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് മാറ്റം സംഭവിക്കുന്നത്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും സന്തോഷമായോ? സന്തോഷമായോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച്, പ്രിയപ്പെട്ട കുഞ്ഞെ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്. നീ ഒരിക്കലും ഒരു പരാജയമായി മാറുകയില്ല. നീ ഒരിക്കലും ഒരു തോൽവിയായി തീരുകയില്ല. ദൈവം നിന്നെ ഉയർത്തും. നിന്റെ ജീവിതത്തിലെ സഹനങ്ങൾ ദൈവം ഉപരി നന്മയ്ക്കായിട്ട് മാറ്റും. ചില മുറിവുകൾ ദൈവം മായ്ച്ചു കളയുകയാണ്. ചില തകർച്ചകളിലൂടെ ചില നൊമ്പരങ്ങൾ കർത്താവ് ഏറ്റെടുക്കുകയാണ്. ചില സഹനങ്ങളിലൂടെ ജീവിതത്തിൽ എല്ലാത്തിനെയും നീ സഹനമായിട്ട് കാണരുത്, തകർച്ചയായിട്ട് കാണരുത്. ജീവിതത്തിലെ തകർച്ചകളിൽ പോലും നിന്റെ ഉയർച്ച ഇരിപ്പുണ്ട് എന്നുള്ള സത്യം നീ തിരിച്ചറിയണം. കാരണം ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി നാശത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകൾ തുറക്കാം. ഹല്ലേലൂയ. എല്ലാവർക്കും സന്തോഷമായോ? 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 ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? കഴുകൻ ആദ്യം ചെയ്യുന്നത് കുഞ്ഞിന് കൊണ്ടുവന്ന് തീറ്റ കൊണ്ടുവന്ന് ആ കൂടൊക്കെ ഒഴുക്കുന്നത് എങ്ങനെയാണ്? കമ്പുകൾ ഉണ്ടാക്കിയ കൂട് അത് മെത്തയാക്കി മാറ്റും. അവിടെയാണ് എന്താ പറയുന്നത്, മുട്ടയിടുന്നത്. ആ മുട്ടയിൽ കയറി അടയിരിക്കുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ മുട്ട വിരിഞ്ഞ് കുഞ്ഞ് പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വരുന്ന നാളുകളിൽ കുഞ്ഞിനെപ്പോഴും ഈ തള്ളക്കഴുകൻ കൊണ്ടുവന്ന് വായിൽ കൊണ്ടുവന്ന് ആഹാരം വെച്ച് കൊടുക്കും. കൊച്ചിന് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ കുറച്ച് വലുതായി കഴിയുമ്പോൾ തള്ളക്കഴുകൻ പറയും, മോനെ നമുക്ക് പറക്കാൻ പോകാം. കൊച്ചിന് ഈ കൂടിൻ്റെ സുരക്ഷിതത്തിൽ നിന്ന് പുറത്ത് ചാടാനായിട്ട് ഇഷ്ടയില്ല. എത്ര സുന്ദരമായ സ്ഥലമാണ്. അപ്പോൾ കുഞ്ഞ് എന്താ പറയണത്, കുഞ്ഞ് സമ്മതിക്കത്തില്ല. അപ്പോൾ തള്ളക്കഴുകൻ പറയും, നിനക്ക് പറക്കണ്ടേ, നീ എൻ്റെ പുറത്ത് കയറിയിരുന്നോ, ചിറകിൻ്റെ മുകളിൽ കയറിയിരുന്നു, നീ പറക്കണ്ട. അപ്പോൾ കുഞ്ഞിക്കഴുകൻ തള്ളക്കഴുകൻ്റെ പുറത്ത് കയറിയിരിക്കും. എന്നിട്ട് പതുക്കനെ പതുക്കനെ പറക്കും. പറന്ന് മുകളിലേക്ക് ചെല്ലുമ്പോൾ ഈ തള്ളക്കഴുകൻ എന്ത് ചെയ്യുന്നറിയാമോ? ചിറക് അങ്ങോട്ട് മാറ്റിക്കളയും. ചിറക് മാറ്റുമ്പോൾ കുഞ്ഞിക്കഴുകൻ എന്ത് ചെയ്യും? രക്ഷിക്കണേ രക്ഷിക്കണേ എന്നും പറഞ്ഞ് കുഞ്ഞിക്കഴുകൻ ചിറകട്ടടിക്കും അല്ലേ? വീഴുമെന്ന സാഹചര്യം വരുമ്പോൾ തള്ളക്കഴുകൻ വീണ്ടും വന്ന് റാഞ്ചി തൻ്റെ ചിറകിൻ്റെ കീഴിൽ തൻ്റെ ചിറകിൻ്റെ മുകളിൽ വഹിക്കും. എന്നിട്ട്
അവസാനം കുറച്ച് കഴിയുമ്പോൾ ഈ കുഞ്ഞിക്കഴുകൻ പറക്കാൻ തുടങ്ങും. കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് പറ, ചിറക് മാറ്റിയാലും പേടിക്കണ്ട, ചിറക് മാറ്റിയാലും പേടിക്കണ്ട. കാരണം നീ പറന്നുയരാൻ വേണ്ടിയാണ്, നീ പറന്നുയരാൻ വേണ്ടിയാ, നീ പറന്നുയരാൻ വേണ്ടിയാ. നാളെ നിന്നെ ഒന്നും ഭാരപ്പെടുത്തത്തില്ല, നാളെ ഒരു വിഷയം നിന്നെ തളർത്തുകയില്ല. നീ കഴുകനെ പോലെ ചിറകടിച്ചു ഉയരും, നീ കഴുകനെ പോലെ ചിറകടിച്ചു ഉയരും. നിയമാവർത്തന പുസ്തകത്തിൽ പറയുകയാണ്, കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പറക്കാൻ പരിശീലിപ്പിക്കുന്നത് പോലെയാണ് ദൈവമായ കർത്താവ് അവരെ നയിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹനങ്ങളെ പ്രതി നിങ്ങളാരും ഭാരപ്പെടേണ്ട. നിങ്ങളുടെ ഉപരിനന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം തകർച്ചകൾ അനുവദിച്ചത്. ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതെൻ്റെ ഹല്ലേലൂയ. നിങ്ങളെന്നോട് ക്ഷമിക്കണം, കാരണം ചായ ചൂടാറിയിട്ടുണ്ടാവും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സാരമില്ല, ചായക്ക് ചൂട് പോയാലും സാരമില്ല, ഹൃദയത്തിന് നീ ചൂട് പിടിച്ചല്ലോ. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അപ്പോൾ ചായ കുടിച്ചിട്ട് മുഖമൊക്കെ കഴുകി വന്ന് ചാപ്പലിലിരുന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗോഡ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഇന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. നിങ്ങൾ ജീവിതത്തിൽ കൂടാത്ത രീതിയിൽ നല്ലൊരു ആരാധന അനുഭവത്തിലേക്ക് ഈശോ നിങ്ങളെ നയിക്കും. പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ, ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? ഉണ്ടോ? എങ്കിൽ നമുക്ക് ചായ കുടിക്കാൻ പോകാം.